വായിക്കാം. എല്ലാവരും ബൈബിൾ തുറക്കണം. ഇതൊരു ഇൻഡസ്ട്രി മൂവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്. ഓൺലൈനിൽ എന്നെ കാണുന്നവരും ബൈബിൾ തുറക്കണം. ലൈവ് ചാറ്റുകളിൽ നിങ്ങൾ വാക്യങ്ങൾ ഇട്ട് പോകണം. ഓക്കെ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ, 5 വാക്യങ്ങൾ എന്നെ വായിച്ച് കേൾപ്പിക്കണം. അല്ലെങ്കിൽ ക്യാൻ യു പ്ലീസ് റീഡ് ടുഗദർ, ദാറ്റ് ഈസ് ഗുഡ്. ഒന്നിച്ച് ആരാ വായിക്കാൻ പോന്നേ? ആരുടെ കയ്യിലാണ് മൈക്കിരിക്കുന്നത്? ഓക്കെ, റെഡി, 1 2 3 വായിച്ചോ. ഇതു സംബന്ധിച്ച് എല്ലാവരും കൂടെ നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുവേശു മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. വാക്യങ്ങൾ വായിച്ചല്ലോ. ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്നുണ്ടോ? ലൈവിലുള്ളവർ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ആ ബൈബിളിൽ ഈ വാക്യത്തിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അത്? പിള്ളേർ എത്ര എളുപ്പം പറഞ്ഞെന്നറിയാം. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്നാൽ അതിന്റെ താഴെ ആൻസർ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ ആൻസർ ആര് പറയണം? അതിന്റെ ആൻസർ നിങ്ങൾ പറയണം. പരീക്ഷ നന്നായിട്ട് എഴുതിയാൽ, ചോദ്യ പേപ്പറിലുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടുകയല്ല, പ്രൊമോഷൻ കിട്ടും. പ്രൊമോഷൻ കിട്ടും. എക്സാം നന്നായിട്ട് എഴുതിയില്ലെങ്കിൽ പഴയ ക്ലാസ്സിൽ തന്നെ ഇരിക്കാം. എക്സാം നന്നായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രൊമോഷൻ കിട്ടും. സ്പിരിറ്റ് തലത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ പ്രൊമോഷൻ ഉണ്ടാകുവാൻ നിങ്ങൾ ഈ വാക്ക് മറുപടിയായിട്ട് പറയണം. കാരണം സഭയോട് ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് പൗലോസ് 5 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. 5 ക്വസ്റ്റ്യനുകൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയേണ്ടത് വിശ്വാസികളാണ്. പറഞ്ഞ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് വിശ്വാസിയായ ഞാനാണ്. കാരണം ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് വിശുദ്ധന്മാർക്കും വിശ്വാസികൾക്കും വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞു, ഇത് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുകയെന്ന് പറഞ്ഞു. ഇത് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചില ആളുകളൊക്കെ ചോദിക്കുന്ന പോലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഉത്തരം പറയണം. നിങ്ങളാണ് അതിന് ആൻസർ പറയേണ്ടത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഉൾപ്പെടെ അവിടെയുണ്ട്. അല്ല, ടി വിയിലേക്ക് ഉണ്ടോന്ന് നോക്കി, ചോദ്യചിഹ്നം ഉൾപ്പെടെ അവിടെയുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഉത്തരം നിങ്ങൾ പറയണം. ചോദ്യം ഞാൻ പറയും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ആരുമില്ല. നോ വൺ. ആരുമില്ല. ഉറപ്പാണോ? എന്നിട്ട് ആ മുഖത്തിൽ തെളിച്ചില്ലല്ലോ. പറഞ്ഞ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതെ ഇരിക്കുമോ? യേശുക്രിസ്തുവിനെ, തൻ്റെ ഏകജാതനായ മകനെ, ഏറ്റവും ഉന്നതനായവനെ, സർവശക്തനായ പുത്രനെ, അവനെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതെ ഇരിക്കുമോ? പിതാവായ ദൈവം തൻ്റെ ഏക മകനെ എനിക്ക് തരാൻ മടിച്ചില്ലെങ്കിൽ, ഒറ്റ പുത്രനെ ഉള്ളായിരുന്നു, ആ പുത്രനെ എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാൻ, എന്നെ വിശുദ്ധീകരിക്കാൻ, എന്നെ നീതീകരിക്കാൻ, എനിക്ക് വേണ്ടി യാഗമാക്കാൻ ഈ പിതാവ് മടിച്ചില്ലെങ്കിൽ ആ പുത്രനോട് കൂടെ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തരാതിരിക്കുമോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദൈവം തെരഞ്ഞെടുത്തവരെ ആർക്ക് കുറ്റം പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റത്തില്ല. എന്നോ പറഞ്ഞേ? ആർക്കും പറ്റില്ല. ദൈവം തെരഞ്ഞെടുത്ത ഒരാളിനെ ആർക്ക് കുറ്റം പറയാൻ പറ്റും?
സകലതും അറിയുന്ന, തുടക്കവും ഒടുക്കവും അറിയുന്ന, സകല ഡീറ്റെയിൽസും അറിയുന്ന, ഉൾപ്പൂവുകൾ അറിയുന്ന, ഹൃദയങ്ങളെ അറിയുന്ന, സകലത്തെ അറിയുന്ന സർവശക്തനാകുന്ന ദൈവമാണ് ഈ മകനെ, ഇവരെയൊക്കെ തിരഞ്ഞെടുത്തതെങ്കിൽ, നിങ്ങളെ ചൂസ് ചെയ്തതെങ്കിൽ ദൈവം അബദ്ധം കാണിക്കുമോ? ഹല്ലേലൂയ. നാലാമത്തെ ചോദ്യം ഇതാണ്: നീതീകരിച്ചവൻ എന്നെയും നിങ്ങളെയും നീതീകരിച്ചവൻ ദൈവമാണ്. ആർക്ക് ശിക്ഷ വിധിക്കുവാൻ കഴിയും? ആർക്കും പറ്റില്ല. ഉറപ്പാണോ? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ക്രിസ്തുവിന്റെ ഇത്ര വലിയ സ്നേഹത്തിന് ഉറവിടമായ, എനിക്ക് അനുകൂലമായിരിക്കുന്ന, എനിക്ക് വേണ്ടി സകലതും നൽകി തന്ന, കുറ്റം പറയുന്നവരുടെ നടുവിൽ എന്നെ കുറ്റപ്പെടുത്താതെ തിരഞ്ഞെടുത്ത, എന്നെ തിരസ്കരിച്ചവരുടെ നടുവിൽ എന്നെ നീതീകരിച്ച, എനിക്ക് ശിക്ഷ വിധിക്കുന്നവരുടെ നടുവിൽ എന്നെ നീതിമാനായി നീതിമതിയായി പ്രഖ്യാപിച്ച ഇത്ര സ്നേഹനിധിയായ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്ക് അടർത്തി മാറ്റാൻ കഴിയും? ആർക്കും പറ്റില്ല. ഈ 5 കാര്യങ്ങളിൽ ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഉറപ്പുണ്ടെങ്കിൽ ഈ എക്സാം നിങ്ങൾ ജയിച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് വെറുതെ പറഞ്ഞ കേവലം ഒരു വാക്കായി മാത്രം പോകരുത്. ഒന്നാമത്തെ വാക്ക്, ചോദ്യം മാത്രം ഞാനൊന്ന് പറയാം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വേർഡ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആണ്. ഇഫ് ഗോഡ് ബി ഫോർ us, who can be against us? ദൈവം നിങ്ങളുടെ സൈഡാണെങ്കിൽ, ദൈവം നിങ്ങളുടെ കൂടെയാണെങ്കിൽ നിങ്ങളെ ആർക്ക് പരാജയപ്പെടുത്താൻ കഴിയും? ഹല്ലേലൂയ. ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ സൈഡ് നിൽക്കാൻ, എൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. എൻ്റെ ചോദ്യം, വേറെ ആര് വേണം? ഈ ഉലകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ഇവിടുത്തെ സകല രാഷ്ട്രീയക്കാരും, ഇവിടുത്തെ സകല മത നേതാക്കന്മാരും, ഇവിടുത്തെ സകല മനുഷ്യരും, ഇവിടുത്തെ സകല ബിസിനസ്സുകാരും, ഇവിടുത്തെ സകല പണക്കാരും, ഇവിടുത്തെ സകല പ്രമാണിമാരും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ദൈവം നിങ്ങളുടെ ഒപ്പമില്ല എങ്കിൽ നിങ്ങളുടെ ഭാവി എന്താകുമെന്ന് കാലം തെളിയിക്കും. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും നിങ്ങളുടെ ഒപ്പം ഇല്ല, ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല, ഒരു മത നേതാവും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഒരു വ്യക്തികളെയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങൾക്കുറപ്പുണ്ട്, എന്നെ വിളിച്ച് വേർതിരിച്ച് എന്നെ കണ്ട് തിരഞ്ഞെടുത്ത എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണ്, അവൻ എൻ്റെ സൈഡാണ് എന്ന ഉറപ്പുണ്ടെങ്കിൽ ഈ ഉലകം മുഴുവൻ നിനക്ക് വിരോധമാണെങ്കിലും എൻ്റെ ദൈവം നിന്നെ മാനിച്ചിരിക്കും. നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്, നമ്മൾ ആദ്യം വിലയിരുത്തേണ്ടത് എൻ്റെ കയ്യിൽ എത്ര പണമുണ്ട് എന്നല്ല. നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്, നമ്മൾ ആദ്യം വിലയിരുത്തേണ്ടത്, എനിക്കൊരു പ്രശ്നം വന്നാൽ, എനിക്കൊരു വിഷയം വന്നാൽ ആരൊക്കെ എൻ്റെ കൂടെ നിൽക്കാനുണ്ട് എന്നുള്ളതല്ല. എനിക്കൊരു വിഷയം വന്നാൽ, എനിക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പോലും അന്വേഷിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഒരു കാര്യം മാത്രം കൺഫേം ചെയ്താൽ മതി, ഞാൻ ഇപ്പോഴും എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്തുണ്ടോ? ഞാൻ ഇപ്പോഴും ആ പ്രസൻസിനകത്തുണ്ടോ? ഞാൻ ഇപ്പോഴും എൻ്റെ ദൈവത്തിന്റെ കൂടെയുണ്ടോ? 2, ദൈവം എൻ്റെ കൂടെയുണ്ടോ? ഈ ഒരു കാര്യം മാത്രം ഉറപ്പിച്ചാൽ മതി. കുശവന്റെ ചക്രത്തിലിരിക്കുന്ന കളിമണ്ണ് തകർന്നു പോയാലും, അത് ഉടഞ്ഞു പോയാലും, അത് കുശവന്റെ ചക്രത്തിലും കുശവന്റെ പ്രസൻസിലും ഉള്ളിടത്തോളം കാലം അതിനെ മറ്റൊരു പാത്രമാക്കി മാറ്റാൻ കുശവന് കഴിയും. You never leave the presence of God. ആദ്യം അത് ഉറപ്പുവരുത്തണം. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? ഞാനും എൻ്റെ യേശു അപ്പായുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്?
എനിക്ക് എൻ്റെ ദൈവത്തോട് ആഴമേറിയ പ്രാർത്ഥനയിൽ ഒരു ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്നെങ്കിൽ അത് ഉറപ്പിക്കണമെന്നാണ്. കാരണം ബൈബിളിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കണമെന്ന്. ഇടയ്ക്കൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ടെസ്റ്റ് ചെയ്യാത്ത കാരണം കൊണ്ടാണ് ദൈവം തമ്പുരാൻ തന്നെ ഇടയ്ക്കൊക്കെ ടെസ്റ്റ് തരുന്നത്. ഹല്ലേലൂയ. പലരും അത് എഴുതി തോക്കുകയാണ്, എന്നാൽ അത് എഴുതി തോക്കുകയല്ല. ഞാൻ ഉറപ്പായും പറയുന്നു, ദൈവത്തിന്റെ ഫേവറാണ് ദൈവത്തിന്റെ അനുകൂലത. You are not with me. ദൈവത്തിന്റെ ഫേവറാണ് ദൈവത്തിന്റെ അനുകൂലത. ദൈവത്തിന്റെ ഫേവർ ഒരു മനുഷ്യനെ സറൗണ്ട് ചെയ്യുന്നെങ്കിൽ, ദൈവത്തിന്റെ അനുകൂലത ഒരു വ്യക്തിയുടെ കൂടുണ്ടെങ്കിൽ, ഈ ഉലകം മുഴുവൻ ആ വ്യക്തിക്ക് പ്രതികൂലമായി തിരിഞ്ഞാലും ദൈവം അനുകൂലമായവനെ ജയിക്കത്തുള്ളൂ. 100% ഞാൻ പറയുന്നു, ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളാണ്. ഒരു കാര്യത്തിന് വേണ്ടി ചുവട് വെക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഇത് മാത്രമാണ്, ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണെങ്കിൽ, ദൈവത്തിന്റെ കരം ഇതിനകത്ത് അനുകൂലമാണെങ്കിൽ, ദൈവത്തിന്റെ പ്രസൻസ് ഇതിനകത്തുണ്ടെങ്കിൽ, ഇത് ദൈവം സക്സസ്ഫുൾ ആക്കിയിരിക്കും. സെരുബ്ബാബേലിനോട് ആലയം പണിയാൻ പറഞ്ഞത് ദൈവമാണെങ്കിൽ, എത്ര മഹാപർവ്വതം മുമ്പിൽ നിന്നാലും ആ പർവ്വതത്തെ ദൈവം മാറ്റിയിരിക്കും. അപ്പൊ ചെക്ക് ചെയ്യേണ്ടത്, സെർച്ച് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത് 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും കർത്താവിന്റെ സാന്നിധ്യത്തിനകത്ത് ദൈവ ഭയത്തിൽ, ദൈവിക പ്രസൻസിൽ ജീവിക്കുന്നയാളാണോ? രണ്ടാമത് ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ വാക്കുമാറുന്ന മനുഷ്യരിലാണോ, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവത്തിലാണോ? യഹോവയാകുന്ന ദൈവം ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. ആരൊക്കെയോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, അവരെയൊക്കെ ദൈവം എനിക്ക് തന്നതാണ്, അവരെയൊക്കെ ദൈവം എനിക്ക് അനുകൂലമാക്കിയതാണ്, അവരെയൊക്കെ ദൈവം എനിക്ക് വേണ്ടി ഉപയോഗിച്ചതാണ്, അവരെ കൊണ്ട് ദൈവം തരിച്ചതാണ്. കാരണം സോഴ്സ് മനുഷ്യനല്ല, സോഴ്സ് ദൈവമാണ്. ഒന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. മനുഷ്യരെല്ലാം റിസോഴ്സുകളാണ്, മനുഷ്യരൊക്കെ റിസോഴ്സസ് ആണ്. സകല നന്മയുടെ സോഴ്സ് കൈകൾ അടിച്ച് ആത്മാവിൽ നന്ദി പറയാം, ദൈവമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ന് നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? എന്താണ് ദൈവത്തിന്റെ അനുകൂലത? എന്താണ് ഫേവർ? 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഈ ഒരു മനുഷ്യന്റെ മേളിൽ, ഒരു കുടുംബത്തിന്റെ മേളിൽ ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ ഫേവർ ഉണ്ടെങ്കിൽ, എഫർട്ട്ലെസ് ആയിട്ട്, എഫർട്ടുകളില്ലാതെ കടന്ന്, ചിലർ പറയത്തില്ല, ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സ് മുതൽ കഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് അധ്വാനിച്ച് എൻ്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ത്യാഗമാക്കി, വയസ്സ് 60 ഇതുവരെ എനിക്കൊന്നും നേടാൻ പറ്റിയില്ലെന്നൊക്കെ പറയുന്നവരെ കേട്ടിട്ടില്ലേ? അതൊക്കെ വ്യക്തിപരമായ എഫോർട്ടുകളാണ്. അത് ഇടണ്ടെന്ന് ദൈവം പറയുന്നില്ല. അധ്വാനിക്കാൻ തന്നെയാണ് മനുഷ്യരോട് ദൈവം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ദൈവത്തിന്റെ അനുകൂലത ഇതൊന്നുമല്ല. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, എൻ്റെ വാക്ചാതുര്യങ്ങൾ കൊണ്ട് ഞാനൊരു കാര്യം നേടിയെടുക്കാൻ പോയി അത് പിടിച്ചോണ്ട് വരുന്നതും, ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ പ്രസാദം എനിക്കുണ്ടായിട്ട് ഞാൻ ഒന്നും ചിന്തിക്കാതെ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് എൻ്റെ ദൈവം എനിക്ക് ആ വഴി തുറന്നു തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യേശു കർത്താവിനെയും തള്ളിപ്പറഞ്ഞ് വീണ്ടും പഴയ പടകും വലയും എടുത്ത് ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയപ്പോൾ തിബിരിയാസിന്റെ കടൽക്കരയിൽ കനലിൽ ചുട്ട അപ്പവും മീനുമായി ആ ശിഷ്യന്മാരെ യേശു കാത്തു നിന്നു. ശിഷ്യന്മാർ അറിയുന്നില്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവ്
തിബരിയാസ് കടൽക്കരയിൽ വന്നിട്ടുണ്ടെന്നും അത് യേശു കർത്താവാണ് എന്നും അവർക്കറിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒറ്റ മത്സ്യത്തെ പോലും ലഭിക്കാതെ, ഒറ്റ മീൻ പോലും കിട്ടാതെ ഈ ശിഷ്യന്മാർ വല കഴുകുന്ന സമയത്ത് തിബരിയാസിന്റെ കടൽക്കരയിൽ നിന്നുകൊണ്ട് നസറയനായ യേശു അവരോട് ചോദിക്കുകയാണ്, മൈ ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവർ പറഞ്ഞു, നത്തിങ്, ഒന്നുമില്ല. ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടോ? അതുമില്ല. എന്നാ പടകിന്റെ വലത്ത് ഭാഗത്തേക്ക് വല വീശാൻ പറഞ്ഞപ്പോൾ ആ വാക്കനുസരിച്ച ശിഷ്യഗണങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പെരുത്ത മീൻകൂട്ടം അവരുടെ വലയിൽ അകപ്പെട്ടു. 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ച് കയറ്റി. അത്ര ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. നിങ്ങൾ എന്നെ മാത്രം നോക്കാതെ അങ്ങനെയൊക്കെ ഉണ്ടോന്നൊന്ന് ബൈബിൾ കൊണ്ടുവരാത്തര് നിങ്ങൾക്ക് വേണ്ടി, ബൈബിൾ കൊണ്ടുവരാത്തവർക്ക് വേണ്ടിയാണ് അതവിടെ വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത്ര ഉണ്ടായിട്ടും വല കീറിയില്ല. 153 വലിയ മീൻ, പറഞ്ഞു വലിയ മീൻ. അപ്പം യാക്കോബും പത്രോസും കാനായിലെ നഥനയേലും യോഹന്നാനും ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ വല പൊക്കിയിട്ടും പൊക്കാൻ പറ്റാത്ത നിലയിൽ ഇത് ഫുള്ളായി. വല നിറച്ചു മീൻ. ഈ മീൻപിടുത്തക്കാരുടെ കയ്യിൽ പല തരത്തിലുള്ള വലയുണ്ട്. മണിവലയുണ്ട്, കൈവലയുണ്ട്, വീശുവലയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വലയുണ്ട്. ആറ്റിലെറിയുന്ന വലയല്ല കടലിലെറിയുന്ന വല, കടലിലെറിയുന്ന വലയല്ല കൈത്തോട്ടിലെറിയുന്ന വല. ഇവർക്കറിയാം ഈ വല ഇവിടെ ഇട്ടാൽ ഇവിടെ ഇത്ര കയറാനേ സാധ്യതയുള്ളൂ, അതിനനുസരിച്ചാണ് എറിയുന്നത്. ഇവരുടെ ചിന്തയ്ക്കും ഇവരുടെ കപ്പാസിറ്റിക്കും ഒത്ത വലയാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. ഇത്രേ എൻ്റെ വലയ്ക്കകത്ത് കയറും, ഇതിനപ്പുറം തിരിയുന്ന ഒരു സാധനം കിട്ടുകയില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് അവർ ആ വലയുമായി പോയത്. പക്ഷേ യേശു കർത്താവ് അവർക്ക് മത്സ്യം കൊടുത്തപ്പോൾ ആ വല പൊക്കാൻ പറ്റിയില്ല. വളരെ മീൻ നിറഞ്ഞു, വല കീറിയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. സാധാരണ നിലയിൽ ഈ നെറ്റ് പൊട്ടി ഈ മീൻ ഇറങ്ങി പോകേണ്ടത്. ഒരു മീൻ ഇറങ്ങിപ്പോയാൽ അതിന്റെ പുറകെ എല്ലാം ഇറങ്ങിപ്പോകും. മനസ്സിലാവുന്നുണ്ടോ? ഒരുത്തൻ ഇറങ്ങിപ്പോയാൽ അതിന്റെ പുറകെ എല്ലാം ഇറങ്ങിപ്പോകും. അത്ര ഉണ്ടായിട്ടും വല കീറിയില്ല, നെറ്റ് പൊട്ടിയില്ല, ഒരെണ്ണവും മിസ്സായി വെളിയിൽ പോയില്ല. ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, കർത്താവ് തന്നതൊന്നും പോകാനല്ല. ദൈവമാണ് നിനക്ക് തലമുറയെ തന്നതെങ്കിൽ അത് നഷ്ടപ്പെടുകയില്ലെന്ന് വിശ്വസിക്കണം. ദൈവമാണ് നിനക്ക് ശുശ്രൂഷ തന്നതെങ്കിൽ അത് തകർന്നു പോകുകയില്ലെന്ന് വിശ്വസിക്കണം. ദൈവമാണ് നിനക്ക് കുടുംബം തന്നതെങ്കിൽ അതിനെ തകർക്കാൻ ഈ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയണം. എന്റെ ദൈവമാണ് എനിക്കത് തന്നതെങ്കിൽ, എന്റെ കർത്താവിന്റെ കരമാണ് ആ വിഷയത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതെങ്കിൽ നഷ്ടപ്പെടുകയില്ല. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞ ദൈവം തന്നതൊന്നും നഷ്ടപ്പെടില്ല. പറഞ്ഞേ, ദൈവം തന്നതൊന്നും നഷ്ടപ്പെടില്ല. പിന്നെ ഇതിനെ നഷ്ടപ്പെടുത്താൻ കിട്ടും. ഇതിനെ നഷ്ടപ്പെടുത്താൻ നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? തമ്പുരാൻ ദൈവം തന്നാൽ, സ്വർഗത്തിലെ അപ്പൻ തന്നാൽ ഇത് നഷ്ടപ്പെടില്ല. നിങ്ങളുടെ അഭിഷേകത്തിന് ശത്രുക്കളില്ല. നിങ്ങളുടെ മേളിൽ ദൈവം പകർന്നിരിക്കുന്ന അനോയിന്റിങ്ങിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പവറും അതോറിറ്റി ഉലകത്തിലില്ല. പിന്നെ ഇതിനെ കൊണ്ട് കളയാൻ, നശിപ്പിക്കാൻ കഴിയുന്ന ഒറ്റ ഒരാളെ ഉള്ളത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വല കർത്താവ് ആ മീനെ തന്നതെങ്കിൽ അത് കീറുകയില്ല, ആ മീൻ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല. പക്ഷെ മനഃപൂർവ്വമായിട്ട് നിങ്ങൾക്ക് വള്ളം ചരിച്ച് കളയാൻ പറ്റും, മീനെ എടുത്ത് കളയാൻ പറ്റും. അങ്ങനെ ചെയ്യരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എഫോർട്ട്ലെസ് ആയിട്ട് 153 വലിയ മത്സ്യം അതിനകത്ത് വന്ന് കയറി.
വലിയ മത്സ്യം വന്ന് കയറി. അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടില്ല. യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു. യഹോവ എസ്തേറിനോട് കൂടെ ഇരുന്നു. യഹോവ അബ്രഹാമിനോട് കൂടെ ഇരുന്നു. ഞാൻ ഈ പറഞ്ഞവരൊക്കെ ദൈവത്തിന്റെ അനുകൂലത അനുഭവിച്ചവരാണ്. എസ്തേർ എന്ന് പറഞ്ഞ സഹോദരിയുടെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു. അവളെ കാണുന്നവർക്കൊക്കെ പ്രീതി തോന്നുമായിരുന്നു. എല്ലാവരും ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ചിലരുടെ മേളിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. കൈയടിക്കാനല്ല ഞാൻ പറഞ്ഞത്. Pray in the spirit. എസ്തേർ എന്ന ലിസൺ ടു മീ, എന്നെ നോക്കി. എസ്തേർ എന്ന സഹോദരിയുടെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു. എസ്തേർ ആരായിരുന്നു? എസ്തേർ ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു. മൊർദെഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എടുത്തു വളർത്തിയതാണ് ആ കുട്ടിയെ. അവളൊരു അനാഥ പെൺകൊച്ചായിരുന്നു. അപ്പനും അമ്മയില്ലാത്തവളായിരുന്നു. ആ അനാഥ പെൺകുട്ടിയായ എസ്തേറിന്റെ മേളിൽ അപ്പനില്ല അമ്മയില്ല എങ്കിലും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൂടെ നിൽക്കാൻ ആരോരുമില്ലെങ്കിലും, ദൈവം അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഉടനീളം എസ്തേറിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. അവളെ കാണുന്നവർക്കെല്ലാം അവളോട് പ്രീതി തോന്നും. ആ പ്രീതി എന്ന വാക്കിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഫേവർ എന്ന പദമാണ്. അവളെ നോക്കുന്നവർക്കും കാണുന്നവർക്കും എല്ലാം അവളോടൊരു ഇഷ്ടം തോന്നും. എങ്ങും അവൾ റിജക്റ്റഡ് ആകുകയല്ല. അപ്പനില്ല അമ്മയില്ല എടുത്തു വളർത്തിയതാണെങ്കിലും ദൈവത്തിന്റെ ഫേവർ, അനുകൂലത അവളുടെ മേലുണ്ടായിരുന്നു. ഒരു ദിവസം അഹശ്വേരോശ് രാജാവ് തന്റെ സന്നിധിയിൽ എസ്തേറിനെ കാണാൻ വിളിച്ചു. അവൾ രാജസന്നിധിയിൽ വന്ന് നിൽക്കുമ്പോ രാജാവ് തന്റെ ചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി. ആ സമയത്ത് അവിടുത്തെ കസേരയിൽ വസ്തി എന്ന പേരുള്ള ഒരു രാജ്ഞി ഇരിപ്പുണ്ട്. ആ വസ്തിയെ രാജാവ് ചെയറിൽ നിന്ന് മാറ്റിയിട്ട് എസ്തേറിനെ അവിടുത്തെ രാജ്ഞിയാക്കി മാറ്റി. ഞാൻ വെറുതെ ഒരു കഥ പറയാൻ, ഇത് ചരിത്രമാണ്. ഇപ്പോഴീ ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ ആ പേർഷ്യൻ രാജ്യങ്ങളോടുള്ള ബന്ധത്തിൽ അവിശ്വാസിക്ക് പോലും അറിയാവുന്ന ചരിത്രമാണ് ഇതൊക്കെ. ഹല്ലേലൂയ. ഒറ്റ സെക്കൻഡ് കൊണ്ട് അനാഥ പെൺകുട്ടി ഒരു രാജ്യത്തിന്റെ ഫസ്റ്റ് ലേഡി ആകുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട്. വോട്ടില്ല, ബാലറ്റ് പേപ്പർ ഇല്ല, എലക്ഷൻ ഇല്ല, തീരുമാനമില്ല, കമ്മിറ്റി ഇല്ല, കനാഞ്ചി ഇല്ല. ഒരുത്തന്റെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടെങ്കിൽ അവന്റെ ചരിത്രത്തെ ഒരു ദിവസം കൊണ്ട് തിരിക്കാൻ കഴിയുന്ന ദൈവം, മെഹീബോശത്തിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. ജോസഫിന്റെ സഹോദരങ്ങൾ മുഴുവൻ ജോസഫിനോട് അസൂയായിരുന്നു. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു. തന്റെ സ്വന്തം സഹോദരങ്ങൾ അസൂയ നിമിത്തം പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു. പൊട്ടക്കിണറ്റിൽ കിടന്ന ജോസഫ് നോക്കാൻ, മേളിലോട്ടേ നോക്കാനുള്ളൂ, നിലവിളിക്കുകയാണ്. അന്ന് രാത്രിയിൽ സഹോദരന്മാർക്ക് സ്വസ്ഥത വന്നില്ല. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്തിട്ട് മിസ്രൈമ്യർക്ക് അടിമയായി വെള്ളിക്കാശിന് വിറ്റു. മിസ്രൈമ്യ അടിമ ചന്തയിൽ വസ്ത്രരഹിതനായി വിൽക്കുവാൻ നിൽക്കുന്ന ആളുകൾ, വിലക്ക് മേടിക്കാൻ നിൽക്കുന്ന ഒരു അടിമയായി ആ മാർക്കറ്റിൽ ജോസഫ് നിൽക്കുമ്പോഴും, ജോസഫ് പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും ദൈവം ജോസഫിന് അനുകൂലമായിരുന്നു. ചിന്തിക്കരുത് ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ കരുണ നിങ്ങളെ വിട്ടുപോയെന്ന്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും. അവന്റെ ദയോ ജീവപര്യന്തമുള്ളത്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് is favor for ever. That is an everlasting one. മോശെ, നിന്നെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ, ദൈവത്തിന് മോശെ നിന്നോട് സ്നേഹമാണെങ്കിൽ, ഇനി ഏതൊക്കെ ഫറവോയല്ല, ആരൊക്കെ നിനക്ക് വിരോധമായി എഴുന്നേറ്റാലും, നിന്റെ ശവടക്ക് വരെ നടത്തിയിട്ടേ ദൈവം തിരിച്ചു പോകത്തുള്ളൂ. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ദാവീദേ, ലോകം മുഴുവൻ നീ വ്യഭിചാരിയാണ്, നീ പാപിയാണെന്ന് വിധി എഴുതുമ്പോഴും
നീ വീണുപോയവനെന്ന് മുദ്ര കുത്തുമ്പോഴും നിന്റെ മനസ്സാക്ഷി പോലും നിന്നോടത് പറയുമ്പോഴും എന്തോ തമ്പുരാന്റെ ചങ്കിനകത്ത് നിന്നോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. നിന്നോട് ദൈവത്തിനൊരു പ്രിയം ഉണ്ടായിരുന്നു. ആ പ്രിയത്തിന്റെ പേരാ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ അനുകൂലത. ഹല്ലേലൂയ. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്നെടുത്ത് അടിമച്ചന്തയിൽ നിർത്തുമ്പോഴും മിസ്രൈമ്യർക്ക് വിൽക്കുമ്പോഴും മിസ്രൈമിലെ വീട്ടിലെത്തിയ ശേഷം പൊത്തീഫറിന്റെ ഭാര്യയുടെ ആഗ്രഹ അഭിലാഷങ്ങൾ സാധിക്കാതെ വന്ന് ജോസഫിനെതിരെ കള്ളക്കഥകളും കള്ളപ്രചരണങ്ങളും നടത്തി തന്നെ കൽത്തുറുങ്കിൽ അടയ്ക്കുമ്പോഴും യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഉറക്കെ പറയുകയാണ്, at any situations, at any circumstances you are facing today, the Lord Almighty is with you. The mighty God is with you. സർവശക്തനാകുന്ന ദൈവം, സർവജ്ഞാനിയാകുന്ന ദൈവം, സർവവല്ലഭനാകുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പൊട്ടക്കിണർ നിങ്ങളുടെ അവസാനമല്ല. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മിസ്രൈമി അടിമച്ചന്ത നിങ്ങളുടെ അവസാനമല്ല. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കള്ളക്കഥകളുടെയും ആരോപണങ്ങളുടെയും കാരാഗ്രഹം നിന്റെ അവസാനമല്ല. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കു വേണ്ടി ദൈവം വെച്ചിരുന്ന ഒരു ചെയറുണ്ടല്ലോ, നീ സ്വപ്നത്തിൽ കണ്ട, ദർശനത്തിൽ കണ്ട ഒരു വെളിപ്പാടുണ്ടല്ലോ, നിന്റെ വെളിപ്പാടിൽ നിന്റെ ദർശനത്തെ പൂർത്തീകരിച്ച് ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്ത് എന്റെ ദൈവം എത്തിച്ചിരിക്കും. അത് ദൈവത്തിന്റെ ഫേവറാണ്. അനാഥ പെൺകുട്ടിക്ക് ഒരു രാജ്യത്തിന്റെ രാജ്ഞിയാകാൻ കഴിയുമോ? പക്ഷെ ദൈവമാക്കി. സ്വന്തം കുടുംബക്കാരും വീട്ടുകാരും വരെ എഴുതി തള്ളി സ്വന്തം അപ്പനോട് തന്റെ സഹോദരൻ മരിച്ചുപോയി എന്ന വാർത്ത അറിയിച്ച് അപ്പനോടും അമ്മയോടും നോ മോർ ജോസഫ്, ജോസഫ് ഇല്ല, അവൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞ ആടിന്റെ ചോര ഉടുപ്പിൽ പുരട്ടി കൊണ്ടുവന്ന് കാണിച്ച് ജോസഫ് മരിച്ചു എന്ന് പറഞ്ഞെടുത്ത്, തീർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞെടുത്ത്, അതേ സഹോദരങ്ങളെ മിസ്രൈമിൽ സുഭിക്ഷിത ഉണ്ടായ, പ്രോസ്പെറിറ്റി ഉണ്ടായ സമയത്ത് ഇസ്രായേലിൽ നിന്ന് യാക്കോബിനെയും ജോസഫിന്റെ സഹോദരങ്ങളെയും ഇസ്രായേലിൽ കൊണ്ടുവരുമ്പോൾ സഹോദരങ്ങൾ വരുന്ന കാഴ്ച മട്ടുപ്പാവിൽ നിന്ന് ജോസഫ് കാണുമ്പോൾ അവർ ഗോതമ്പിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ജോസഫ് രാജ്യം ഭരിക്കുന്ന കാലത്ത് ജോസഫിനെ ആശ്രയിക്കാൻ കടന്നു വരുമ്പോൾ ബെന്യാമീനെ കണ്ടപ്പോൾ ചങ്ക് തകർന്ന് ഓടിപ്പോയി മുഖം ഭിത്തിയോട് ചേർത്ത് വെച്ച് ജോസഫ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരുപക്ഷെ പറഞ്ഞത് ഇതായിരിക്കും, എന്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്, എന്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്, എന്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. വഴിയോര കച്ചവടക്കാരനായ അബ്രഹാമേ, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടാൻ പറഞ്ഞപ്പോൾ എങ്ങോട്ടാന്ന് ചോദിക്കാതെ ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച ദൈവമനുഷ്യനെ, നിന്റെ സഹോദരി പുത്രനായ ലോത്തും കുടുംബക്കാരെയെല്ലാം നിനക്ക് കൈവശമായി കിട്ടിയ പ്രോപ്പർട്ടികൾ പോലും, വസ്തുക്കൾ പോലും നിന്റെ കയ്യിൽ നിന്ന് അടിച്ചെടുത്ത് ഒന്നുമില്ലാത്തവനായി നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ യഹോവ നിനക്ക് പ്രത്യക്ഷമായിട്ട് പറഞ്ഞില്ലേ, അബ്രഹാമേ നീ എഴുന്നേറ്റ് തലപൊക്കി നോക്ക്, ലോത്ത് കൊണ്ടുപോയതോ സോദോമ്യർ കൊണ്ടുപോയതോ കുടുംബക്കാർ കൊണ്ടുപോയതോ ഒന്നും നോക്കണ്ട, നീ എഴുന്നേറ്റ് തലപൊക്കി നോക്ക് മോനെ, കിഴക്കോട്ട് നോക്ക്, തെക്കോട്ട് നോക്ക്, വടക്കോട്ട് നോക്ക്, പടിഞ്ഞാറോട്ട് നോക്ക്, നീ കാണുന്ന ഈ ഭൂമികളെല്ലാം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരുമെന്ന് എന്റെ ദൈവം വാഗ്ദത്തം ചെയ്തില്ലേ? ആര് വേണം വേറെ? ആരുടെ സപ്പോർട്ട് വേണം വേറെ? ദൈവത്തെ മുറുകെ പിടിച്ചോ, ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചോ. ലോത്തിന്റെ മുഖത്ത് നോക്കി നിന്റെ ഒരു ചിരട്ടയോ ചരണോ പോലും എനിക്ക് വേണ്ട എന്ന് അബ്രഹാം പറഞ്ഞ്
അവിടുന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം ഇട്ട ഒരു ടെസ്റ്റാണ്. ലോത്ത് മുഴുവൻ കൈവശപ്പെടുത്തി, നല്ല ഭൂമി കൈവശപ്പെടുത്തി, നീരോട്ടമുള്ളത് കൈവശപ്പെടുത്തി. അബ്രഹാമിന് ഒന്നും ലഭിക്കാതെ ഇറങ്ങുമ്പോൾ അബ്രഹാം പറഞ്ഞു, ഐ നോ നീഡ് എനിത്തിങ് ഫ്രം യു. എനിക്ക് നിന്റെ പക്കൽ നിന്നൊന്നും വേണ്ട, നീ തന്ന കുറഞ്ഞു പോകുമോനെ. അബ്രഹാം ഇറങ്ങിയപ്പോ ദൈവം പറയുകയാണ്, മനുഷ്യനിൽ നിന്ന് ലഭ്യമാകേണ്ട ചിലത്, തട്ടിയെടുക്കേണ്ട ചിലത് വേണ്ടെന്ന് വെച്ചപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഇനി നിന്റെ കയ്യിൽ ഒരു പ്രമാണമല്ല, ഈ ഭൂമി മുഴുവനും ഞാൻ ഇന്ന് ഈ ലൈവിൽ കാണുന്നവരോടും ഇതിനകത്തിരിക്കുന്നവരോട് പറയുന്നു, ദൈവത്തിൽ ആശ്രയിച്ചോണ്ട് ചിലതൊക്കെ വിട്ടുകൊടുക്കുന്നവർ വിജയിക്കും. പിടിച്ചെടുത്തവർ മാത്രമല്ല ശക്തന്മാർ. ദൈവത്തിൽ ആശ്രയിച്ച് ചിലതൊക്കെ വിട്ടുകൊടുത്തില്ലേ. എന്റെ കൂടെ എന്റെ ദൈവമുണ്ട്, എന്നെ എന്റെ മക്കളെ ദൈവം കരുതിക്കോളും, എന്റെ കുടുംബത്തിന്റെ കാര്യം എന്റെ ദൈവം നോക്കിക്കോളും, എനിക്ക് വേണ്ടത് എന്റെ ദൈവം എനിക്ക് തന്നോളും എന്ന് വിശ്വസിച്ച് ചിലത് ഇറങ്ങി തിരിച്ചില്ലേ. ആമേൻ. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ മാനിക്കും. നേരെയില്ല. എന്താ ദൈവത്തിന്റെ അനുകൂലത? അതിനെ അത് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാണ്. ഒറ്റ വാക്കി പറഞ്ഞല്ലോ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. യഹോവ ജോസഫിന് അനുകൂലമായിരുന്നു, യഹോവ അബ്രഹാമിന് അനുകൂലമായിരുന്നു, യഹോവ ദാവീദിന് അനുകൂലമായിരുന്നു, യഹോവ മോശയ്ക്ക് അനുകൂലമായിരുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകത്തിലെ അതിന്റെ 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സൂര്യന് കീഴെ കണ്ടത് വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല. അങ്ങനല്ലല്ലോ വരേണ്ടത്. വീരനാണല്ലോ യുദ്ധത്തിൽ ജയിക്കേണ്ടത്, വേഗത ഉള്ളവനാണല്ലോ ആദ്യം ഓടി എത്തേണ്ടത്. പക്ഷെ ബൈബിൾ പറയുന്നു, വേഗത ഉള്ളവൻ ഓട്ടത്തിലും വീരൻ യുദ്ധത്തിലും ഒന്നും നേടുന്നില്ല. ജ്ഞാനിക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതി ലഭിക്കുന്നില്ല. അവർക്കാണല്ലോ ഇവിടെ കയ്യടി കിട്ടേണ്ടത്. അവർക്കൊക്കെയും കാലവും ഗതിയും അത്രേ ലഭിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു സീസണബിൾ ആയിട്ടുള്ള കയ്യടി, ഒരു സീസണബിൾ ആയിട്ടുള്ള വിജയം ഒരു പക്ഷെ അവർക്കുണ്ടാകും. ആ സീസണിൽ ആ കുറച്ച് നാളത്തേക്ക് അവൻ ഭയങ്കര ആളായിട്ട് നിൽക്കും. പക്ഷെ എന്റെയും നിങ്ങളുടെയും മേളിൽ കിടക്കുന്ന ദൈവത്തിന്റെ ഫേവർ സീസണബിൾ അല്ല, എവർലാസ്റ്റിംഗ് ആണ്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്തേച്ച് പറയോ, ദൈവത്തിനൊരു ഇച്ചിരി സമയം കൊടുക്കാൻ. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, ദൈവത്തിന് പ്രവർത്തിക്കാൻ, ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരിച്ചിരി സമയം ഒന്ന് കൊടുക്കാവോ? ഒരിച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ഈ നല്ലവണ്ണം വെയിറ്റ് ചെയ്തിരിക്കുന്നവന് അകത്തുനിന്ന് നല്ല ചൂട് ബിരിയാണി വരുന്നുണ്ട്. അല്ലാത്തവന് ഫ്രിഡ്ജിലിരിക്കുന്ന സാധനം വരുന്നുണ്ട്. ഹല്ലേലൂയ. എന്താണ് ദൈവത്തിന്റെ അനുകൂലത? 2 വാക്യങ്ങൾ പറയാം. അയ്യോ, ഞാൻ ഇതിൽ നിന്ന് തീരുകയില്ല. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 16-17 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, പക്ഷേ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇത് എന്നാ ലോജിക്ക? കാറ്റില്ല, മഴയില്ല, പക്ഷെ താഴ്വരയിൽ ഫ്ലഡാണ്.
താഴ്വര വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ എഫേർട്ട് എടുത്ത്, ഞാൻ വലിയ ഉറക്കളച്ച്, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നതും എൻ്റെ ദൈവം എൻ്റെ ഒപ്പം ഉണ്ട്. In his time, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുകയും അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് താഴോട്ട് പോകുന്ന ഗ്രാഫ് അല്ല ഇത് താഴോട്ട് പോകുന്ന ഗ്രാഫ് അല്ല, ഉയർത്തേണ്ടതിന്. Thank you, Lord Jesus. എന്നെ ഞെട്ടിച്ച് അത്ഭുതപ്പെടുത്തിയൊരു വാക്യമുണ്ട്, ഞാനിത് അടച്ചു വെച്ചില്ല, ഇന്ന് നിർത്തുകയില്ല. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 26-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം ഒന്ന് വായിച്ചേ, ആ വാക്യം ഒന്ന് വായിച്ചേ. മത്തായി 25-ന്റെ 26-ാം വാക്യം ഒന്ന് വായിച്ചേ വേഗത്തിൽ. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുകയും, യേശു പറഞ്ഞതാണ്, ഞാൻ വിതയ്ക്കാത്തത് കൊയ്യും, വിതറാത്തത് ചേർക്കുകയും, വാരിയെടുക്കും, അല്ലെ ചേർക്കും. ഇത് പറ്റണ കാര്യമാണോ? വിതയ്ക്കാതെ കൊയ്യാൻ പറ്റുമോ? വിതറാതെ വാരാൻ പറ്റുമോ? വിതച്ച് കൊയ്യുന്നതാണ് നാച്ചുറലായിട്ട് കാണുന്ന കാര്യം, വിതറി വാരുന്നതാണ് നാച്ചുറലായിട്ട് കാണുന്ന കാര്യം. പക്ഷെ ഈ പറയുന്ന കർത്താവ് സൂപ്പർ നാച്ചുറലാണ്. മിണ്ടുന്നില്ല, മനസ്സിലായില്ലൊന്നും. എന്റെ കർത്താവ് പറയാണ്, നിനക്ക് അറിഞ്ഞുകൂടായോ? ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നിനക്ക് അറിഞ്ഞുകൂടായോ ഞാൻ വിതയ്ക്കാതെ എന്നെ കൊണ്ട് കൊയ്യാൻ പറ്റുമെന്നും വിതറാത്തത് വാരാൻ കഴിയുമെന്നും? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവിന് നിങ്ങളെ ബ്ലസ് ചെയ്യാൻ, എന്റെ കർത്താവിന് നിങ്ങളുടെ കയ്യിൽ ചിലത് കൊണ്ടുതരാൻ, നിങ്ങൾ ഈ പറയുന്ന തല പുകയ്ക്കുന്ന ചിന്തിക്കുന്ന വഴികളൊന്നും അവന് വേണ്ട, ഒരു ചിന്തയും വേണ്ട. ഇന്ന് ഈ പകലിൽ ചെങ്കടലിന്റെ നടുക്കും കർത്താവിനൊരു ഹൈവേ ഉണ്ട്. ഉറപ്പായിട്ടുണ്ട്. ഒറ്റ കാര്യം ഇന്ന് ഉറപ്പിക്കണം, കർത്താവേ, എനിക്ക് നിന്റെ പ്രസാദം, നിന്റെ അനുകൂലത മാത്രം മതി. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. യു നോ ദാറ്റ് സോങ്? എനിക്ക് കർത്താവിന്റെ അനുകൂലത അതൊന്നും മാത്രം മതി. എത്ര പേര് പറയും അങ്ങനെ? ഇരുന്ന് എത്ര പേര് പറയും എനിക്ക് അത് മാത്രം മതി? അങ്ങനെയാണെങ്കിൽ അവരോട് ബൈബിൾ പറയുന്നു, ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂല ആര്? ഇടയ്ക്കൊക്കെ സൈഡിൽ കൂടെ നിൽക്കുന്ന കർത്താവിനോട് ഒന്ന് പറഞ്ഞേക്കണം, കർത്താവേ നീ അനുകൂലമാണ്, പിന്നെ എന്നെ പ്രതികൂലം. അതറിയണം കേട്ടോ. ദൈവം എൻ്റെ ഒപ്പം ഉണ്ട്, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ദൈവം എനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അതു നന്നായി, ദൈവം ദൈവം എനിക്ക് കൈകൾ ഉയർത്തി പാടിയേ. അറിയുന്നു ഞാൻ, ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം
എന്തിനെന്നു ചോദിക്കില്ല ഞാൻ. എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ. എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. കൈകളെ ഉയർത്തിപ്പിടിക്കാം. If God is with us, if God be for us, who can be against us? No one, Lord. I thank you, Jesus, for your favor, your everlasting grace, your everlasting favor and mercy. In the name of Jesus, Father, I release the blessings upon these people. The mighty favor of the Lord will surround them, Lord. Lift your hands in heaven. I'm going to pray for you now. I release the grace and favor upon them, Lord. ദൈവം എനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു. അതു നന്നായി അറിയുന്നു ഞാൻ. ഈ ദൈവം അനുകൂലമേ, ദൈവമനുകൂലമേ. Precious Jesus. പരീക്ഷ എന്നെ ഉറപ്പിച്ചോണം, കരങ്ങൾ ഉയർത്തി. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ. എന്റെ can't be against you. Can't be against you. Can't be against you. എന്തിനെന്നു ചോദിക്കില്ല ഇന്ന് പകലിൽ എനിക്കൊരു കാര്യം മാത്രം കൺഫേം ചെയ്താൽ മതി. ദൈവം എൻ്റെ സൈഡാണോ? ദൈവം എൻ്റെ കൂടെയുണ്ടോ? കൺഫേം. ബാങ്കിൽ എത്ര പണം ഉണ്ടെന്നോ, ആരൊക്കെ കൂടെ നിൽക്കാനുണ്ടെന്നോ, ഏതൊക്കെ അമ്മാച്ചന്മാരുണ്ടെന്നോ, അതൊന്നും എൻ്റെ ഒരു വിഷയമല്ല. എനിക്കിന്ന് ഉറപ്പിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച, ഈ സകല ചരാചരങ്ങളെയും ഉളവാക്കിയ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലത്തെയും വാക്കുകളാൽ വിളിച്ചു വരുത്തിയ ഈ ദൈവം എൻ്റെ കൂടെയുണ്ടോ?
ഈ ദൈവം എനിക്ക് അനുകൂലമാണോ? ഐ ആം എ സക്സസ്ഫുൾ മാൻ, ഐ ആം എ ബ്ലെസ്ഡ് പേഴ്സൺ. എനിക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു. എനിക്ക് യേശുവിനെ കിട്ടിയോ? എനിക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു. എനിക്ക് യേശുവിനെ കിട്ടിയോ? എനിക്കെല്ലാം ലഭിച്ചു കഴിഞ്ഞു. എനിക്ക് കർത്താവിനെ കിട്ടിയോ? എനിക്കെല്ലാം ലഭിച്ചു കഴിഞ്ഞു. നത്തിങ്. മറ്റൊരു കാര്യം എനിക്ക് വേണ്ട. ഓൺലി വൺ നീഡ്. ഈ ദൈവം എനിക്ക് അനുകൂലമായിരുന്നാ മതി. ഈ ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ എനിക്ക് പ്രതികൂല ആരെയില്ല. അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് നിന്റെ ജീവിതത്തിൽ ദൈവം ചിലത് തുടങ്ങും. മനുഷ്യർ എഴുതി തള്ളിയെടുത്ത് നീ ഒറ്റപ്പെട്ട് നിൽക്കുന്നിടത്ത് ദൈവം നിനക്ക് വേണ്ടി ചിലത് ആരംഭിക്കും. അബ്രഹാമിന്റെ ദൈവം, എസ്തേറിന്റെ ദൈവം, ജോസഫിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, യേശുവിന്റെ ദൈവം, ആ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂല ആരെയില്ല. Thank you, precious Holy Spirit of God. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂല ആര്? If God is with us, who can be against us? That is enough, Lord. Lift your hand and say, Lord, you are enough for me, Lord. How many people let us say here? Lord, you are enough for me, Jesus. Jesus, you are enough for me. Thank you, Holy Spirit. Rabba Karabayalava. Abayoro Tolorobos. Sekanamaya Tolorobosia. Thank you, precious Jesus. Thank you, precious Jesus. ആ കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. Come on, let us say everyone here, Lord Jesus, you are enough for me. You are enough for me, Lord. You are enough for me. You are enough for me. Thank you, Jesus. Hallelujah. Hallelujah. Blessed be the name of the Lord. Amen. ഇന്ന് ഈ കർത്താവിന്റെ മേശ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് പോലും ദൈവം നിങ്ങളുടെ കൂടെയാണ്. അവൻ നമ്മളോടൊപ്പം ഉണ്ട്. അവന്റെ പരിശുദ്ധ രക്തം നമ്മളെ വീണ്ടെടുത്തതാണ്. ആ യേശു ക്രിസ്തു നമ്മുടെ ആത്മാവിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു സൈനും കൂടെയാണ് ഈ തിരുമേശയുടെ ശുശ്രൂഷ. കാരണം ഇത് കൊടുക്കുന്നത് ദൈവത്തെ അറിയാത്തവർക്കല്ല. ഇത് കൊടുക്കുന്നതും ഇത് എടുക്കുന്നതും കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർക്കാണ്, ജീവിതം ഏൽപ്പിച്ചു കൊടുത്തവർക്കാണ്. ഈ തിരുമേശയുടെ ശുശ്രൂഷ, ഈ ടേബിളിൽ ഈ ബ്രെഡും മുന്തിരിച്ചാറും ഇന്ന് ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത് ദാണ്ട് ഈ ഹോളിനകത്ത് കുറെ പാപികൾ വന്നിരിക്കുന്നു എന്നുള്ളതല്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവത്തിന്റെ മക്കൾ വന്നിരിക്കുന്നു എന്നാണ്. കൈകൾ അടിച്ച കർത്താവിന്റെ മക്കളൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. പുതിയ നിയമഭാഗത്തെ മൂന്നായി തരംതിരിച്ചാൽ, ന്യൂ ടെസ്റ്റ്മെന്റിനെ മൂന്നായി തരംതിരിച്ചാൽ, ചരിത്രം, ഉപദേശം, പ്രവചനം എന്ന ഈ മൂന്ന് ഭാഗങ്ങൾ ഈ ന്യൂ ടെസ്റ്റ്മെന്റിൽ, പുതിയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ചരിത്രം, ഉപദേശം, പ്രവചനം.
മത്തായി മുതൽ അപ്പോസ്തല പ്രവർത്തികൾ വരെ ചരിത്ര പുസ്തകമാണ്. 5 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകമാണ്. റോമർക്കെഴുതിയ ലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ ഉപദേശങ്ങളാണ്. പുതിയ നിയമത്തിൽ ഒറ്റ പ്രവചന പുസ്തകമേ ഉള്ളൂ, ന്യൂ ടെസ്റ്റ്മെന്റിൽ അത് വെളിപ്പാട് പുസ്തകമാണ്. എന്നാൽ ചരിത്രത്തിലും ഉപദേശത്തിലും പ്രവചന പുസ്തകമായ വെളിപ്പാടിന്റെ പുസ്തകത്തിലും ഒരുപോലെ നിഴലായും പൊരുളായും പരാമർശിച്ചിരിക്കുന്ന ഏക ശുശ്രൂഷ ഈ തിരുമേശയുടെ ശുശ്രൂഷയാണ്. ഇതിനെ വിവിധ തരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, മറ്റ് വിവിധ പേരുകളിൽ കാണാൻ കഴിയുന്നുണ്ട്, ഡിഫറെന്റ് നെയിംസ്. അതിലേക്ക് ഞാൻ വരുന്നു. യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 26-ാം തിരുവെഴുത്തിൽ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ, ഇതെന്റെ ശരീരം എന്ന് യേശു പറയുമ്പോൾ, ഇത് വാങ്ങി ഭക്ഷിക്കുവീൻ എന്ന് യേശു പറയുമ്പോൾ, ഇത് വാങ്ങി കുടിക്കുവീൻ എന്ന് യേശു പറയുമ്പോൾ, ആ കൂട്ടത്തിൽ ശൗൽ അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഇല്ലായിരുന്നു. ഉറപ്പിക്കാലോ അല്ലെ? നിങ്ങൾക്ക് ആ ചരിത്രം അറിയാലോ അല്ലെ? എന്നാൽ ബൈബിൾ അറിഞ്ഞുകൂടാത്തവരുണ്ട് ഇതിൽ. യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരുവനല്ലായിരുന്നു പൗലോസ്. യേശു തിരഞ്ഞെടുത്ത 70 ശിഷ്യന്മാരിൽ പിന്നെ അവൻ വേറെ 70 പേരെ തിരഞ്ഞെടുത്തെന്ന് ലൂക്കോസ് 10:1 ആ 70 പേരിൽ ഒരാളല്ലായിരുന്നു പൗലോസ്. ശൗൽ എന്ന പേരിൽ ദൈവസഭയെ മുടിച്ചും ഉപദ്രവിച്ചും കൊണ്ട് നടന്നവനായിരുന്നു ആ മനുഷ്യൻ. എന്നാൽ പിൽക്കാലത്ത് ദൈവസഭയ്ക്ക് വിരോധമായി ഒരു എഴുത്തും വാങ്ങി ജെറുസലേമിലെ ചർച്ചിനെ അടച്ചുപൂട്ടിക്കാൻ അധികാരികളുടെ അരികിലേക്ക് അധികാരപത്രവുമായി വാഹന മൃഗത്തിന്റെ മുകളിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത ഈ ശൗലിനെ ദമസ്കോസ് എന്ന് പറയുന്ന പട്ടണത്തിന്റെ ഗേറ്റിന്റെ മുമ്പിൽ വെച്ച്, പടിവാതിക്കൽ വെച്ച്, പട്ടാപ്പകലിൽ സൂര്യനേക്കാൾ മിന്നുന്ന ഒരു വെളിച്ചം അവന്റെ കണ്ണിലേക്ക് വന്ന് അടിച്ച് അവൻ വാഹന മൃഗത്തിന്റെ മുകളിൽ നിന്ന് നിലത്ത് വീണ് കിടന്ന് കണ്ണടിച്ചു പോയി കാഴ്ചയില്ലാതെ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? ഉടനെ അവന് കിട്ടിയ മറുപടി, നീ ഉപദ്രവിക്കുന്ന നസ്രയനാകുന്ന യേശുവാകുന്നു ഞാൻ. അവിടെ വെച്ചാണ് ശൗലിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. അവിടെ വെച്ചാണ് തന്റെ ശുശ്രൂഷയെക്കുറിച്ചും തന്റെ ജീവിതത്തെക്കുറിച്ചും യേശു കർത്താവ് അവന് വെളിപ്പെടുത്തുന്നത്. എന്നാൽ പിന്നത്തേതിൽ മുഴുവൻ കാര്യങ്ങളും പൗലോസിന് ലഭിച്ചത് വെളിപ്പാടായിട്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് ലീഗ തന്റെ ലേഖനത്തിൽ, പ്രത്യേകിച്ച് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചിട്ടില്ല, ഇതൊന്നും ഞാൻ മനുഷ്യരാൽ പ്രാപിച്ചതുമല്ല, ക്രിസ്തുയേശുവിന്റെ വെളിപ്പാടിനാൽ അത്രേ ഇത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഈ ശുശ്രൂഷ അന്ന് നടന്നപ്പോ, ഈ ശുശ്രൂഷ അന്ന് മർക്കോസിന്റെ മാളിക മുറിയിൽ നടക്കുമ്പോ, പെസഹാ ദിനത്തിൽ നടക്കുമ്പോ ആ കൂട്ടത്തിൽ ആരില്ലായിരുന്നു? പൗലോസിലായിരുന്നു. പിന്നെ ഈ മനുഷ്യൻ ഈ ശുശ്രൂഷ അതുപോലെ സഭയ്ക്ക് പഠിപ്പിച്ചതും വെളിപ്പെടുത്തി കൊടുത്തത് എങ്ങനെയാണെന്ന് അറിയാവോ? 1 കൊരിന്ത്യർ 11:23 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാൽ, for I have received of the Lord that which also I delivered unto you. ഞാനിത് സ്വീകരിച്ചത്, ഞാനിത് പ്രാപിച്ചത്, ഞാൻ ഇങ്ങനൊരു ശുശ്രൂഷ ഉണ്ടെന്നും ഇങ്ങനൊരു സത്യമുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയത് കർത്താവിൽ നിന്നാണ്. ആ രംഗം, ആ സംഭവം അപ്പോസ്തലനായ പൗലോസ് വെളിപ്പാടിൽ എന്നവണ്ണം കാണുകയാണ്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി, ഇത് വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ചെയ്ത് കാണിച്ച നിങ്ങൾ കൂടി വരുമ്പോൾ
പറഞ്ഞോ, നമ്മൾ കൂടി വരുമ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞ ഒറ്റ ശുശ്രൂഷയുള്ളൂ. അത് വിശുദ്ധ തിരുമേശയുടെ ശുശ്രൂഷയാണ്. യേശു ഇത് ചെയ്ത് കാണിച്ചു. ഇതെങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്ന് കർത്താവ് വെളിപ്പെടുത്തി. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ, ഈ ശുശ്രൂഷയുടെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ, ഈ ശുശ്രൂഷ ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത, സ്ഥാപിച്ചത് ഒരു സഭയുമല്ല, ഒരു പുരോഹിതന്മാരുമല്ല, ഒരു പാസ്റ്റർമാരുമല്ല, അപ്പോസ്തലന്മാർ പോലുമല്ല. ഇത് സ്ഥാപിച്ചത് സാക്ഷാൽ യേശു ക്രിസ്തുവാണ്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാമോ? പൗലോസിന് ഇത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു, ഇതിന്റെ ആത്മീക രഹസ്യത്തെ. 2 വാക്കുകൾ പൗലോസ് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11:20 ദ ലോർഡ് സപ്പർ എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വാക്യം കാണുന്നവർ, ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നവർക്ക് ആ വാക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11:20 ദ ലോർഡ് സപ്പർ എന്ന വാക്ക്, കർത്താവിന്റെ അത്താഴം എന്നുള്ള ലോർഡ് സപ്പർ എന്ന വാക്ക് നിങ്ങൾക്ക് കാണാം. 1 കൊരിന്ത്യർ 10:21 ദ ലോർഡ്സ് ടേബിൾ, കർത്താവിന്റെ മേശ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഈ 2 വാക്കുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? ആദ്യത്തേതിൽ നിങ്ങൾക്ക് ലോർഡ് സപ്പർ എന്ന വാക്ക് നിങ്ങൾ കണ്ടു. 1 കൊരിന്ത്യർ 11:20, 1 കൊരിന്ത്യർ 10:21 നിങ്ങൾക്ക് അവിടെ ലോർഡ്സ് ടേബിൾ, കർത്താവിന്റെ മേശ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഈ ശുശ്രൂഷ കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മടങ്ങി വന്ന് കഴിയുന്നതോടെ, യേശുവിന്റെ മേഘപ്രത്യക്ഷതയോടെ വിശുദ്ധന്മാർ, സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ശുശ്രൂഷ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. യേശു കർത്താവ് മടങ്ങി വന്നിട്ട് വിശുദ്ധന്മാരുമായിട്ട് പോയി കഴിഞ്ഞിട്ട് ഇവിടെ യോഗം നടത്താൻ നിങ്ങൾ വരുമോ? അല്ല, നിങ്ങൾ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നത്. നിങ്ങൾ ഇത് എടുക്കാൻ ഇവിടെ കാണുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടൊരിക്കൽ ഒരു പള്ളിയിലെ സെക്രട്ടറി, അവിടുത്തെ പള്ളിയിൽ അച്ഛൻ എല്ലാ ആഴ്ചയിലും ഈ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് യേശു കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ പള്ളിയിലെ സെക്രട്ടറിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. സെക്രട്ടറി പറഞ്ഞു, ഇനി അടുത്ത ആഴ്ച മുതൽ അച്ഛൻ ഈ വെളിപ്പാട് പുസ്തകത്തിലെ യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രസംഗം നിർത്തണം. അടുത്ത ആഴ്ച ഞാനൊരു ചെറിയ മെസ്സേജ് കൊടുക്കാം. സെക്രട്ടറി പറയും, അടുത്ത ആഴ്ച ഞാനൊരു മെസ്സേജ് കൊടുക്കാം. ആ മെസ്സേജോടുകൂടെ ഈ പഠന പരമ്പര ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. അങ്ങനെ ആ സെക്രട്ടറി അടുത്ത ആഴ്ചയിൽ ഇത് പഠിപ്പിക്കാൻ കയറി. അദ്ദേഹം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ കർത്താവ് വന്നാൽ നിങ്ങൾ പോകുമോ ഇല്ലയോ എന്ന് എനിക്കറിയണം. നാളെ ഞാൻ നിങ്ങളുടെ വീട് വിസിറ്റ് ചെയ്യാൻ വരുമെന്ന്. രാത്രി കർത്താവ് വന്നാൽ നിങ്ങൾ പോകുമോ ഇല്ലയോ എന്ന് എനിക്കറിയണം. നാളെ കർത്താവ് വന്നതിന് ശേഷം ഞാൻ നിങ്ങളുടെ വീട് വിസിറ്റ് ചെയ്യാൻ വരും. അങ്ങനല്ലല്ലോ നിങ്ങളല്ലേ? ഓക്കെ. അപ്പൊ ഈ മേശ കർത്താവിന്റെ വരവ് വരെ ഇവിടെ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ ഈ മേശ മറ്റൊരാത്മതലത്തിൽ സ്വർഗത്തിൽ സെറ്റാകുകയാണ്. അത് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 6-7 വാക്യം. അപ്പോൾ ഞാൻ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. പിന്നെ ഈ വിരുന്ന് സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ഇതിന്റെ ഒരു നിഴലായിട്ട് നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഈ മന്തിനെ നമ്മൾ ദ മന്ത് ഓഫ് വിക്ടറി ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നു നിങ്ങളുടെയൊക്കെ ലൈഫിൽ വലിയ സെലിബ്രേഷൻസ് ഉണ്ടാകാൻ? അയ്യോ, അതൊക്കെ പറയുമ്പോ എന്നോ സന്തോഷമാണേ. യെശയ്യാവിന്റെ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങൾ. ഒരു 15 മിനിറ്റിനകത്ത് നമ്മൾ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കും. അതിനകത്ത് ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ, യെശയ്യാ 25, 6, 7, 8. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും
മൃഷ്ടഭോജ്യങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടഭോജങ്ങൾ കൊണ്ടും മട്ട് നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടുള്ള വിരുന്ന് തന്നെ. 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളിൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. എന്നിട്ട് അടുത്ത 8-ാമത്തെ വാക്യത്തിൽ ആ വിരുന്ന് കഴിയുമ്പോൾ എഴുതിയിരിക്കുകയാണ്, അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. ആ മേശ വരാൻ പോകുന്നതേ ഉള്ളൂ. സകല മുഖത്ത് നിന്നും കണ്ണുനീർ തുടച്ചു കളയുന്ന, മരണത്തെ സദാകാലം നീക്കിക്കളയുന്ന ഹെവനിൽ ഒരു വലിയ സെലിബ്രേഷൻ ഉണ്ടാകും. ഇവിടെ കർത്താവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഈ തിരുമേശയുടെ മുമ്പിൽ ഓർക്കുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാർ, ദൈവത്തിന്റെ മക്കൾ കർത്താവിന്റെ സന്നിധിയിൽ ആ സിംഹാസനത്തിന്റെ മുൻപിൽ കുഞ്ഞാടിന്റെ കല്യാണത്തിൽ ആ ഒരുക്കപ്പെടുന്ന മേശയുടെ മുൻപാകെ ഞാനും അന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ കാണും എന്ന് ഉറപ്പുള്ളവർ ആ കൈകളെ ഒന്ന് അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ബൈബിൾ പറയുന്നു, അവൻ ശത്രുക്കൾ കാണേ നിങ്ങൾക്ക് മേശ ഒരുക്കുന്നു. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. ദിസ് ടേബിൾ ഈസ് ദ ടേബിൾ ഓഫ് വിക്ടറി. നിങ്ങൾ ഇന്ന് ഇതിൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിക്കുകയും ഈ മുന്തിരിച്ചാറ് നിങ്ങൾ പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ പരാജിതരെന്നുള്ളതല്ല, നിങ്ങൾ ഈ ലോകത്തെ ജയിച്ചവരാണ്. ചേർന്ന് ആമീൻ പറയാവോ? പറഞ്ഞു, ദിസ് ടേബിൾ ഈസ് ദ ടേബിൾ ഓഫ് വിക്ടറി. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം, പെട്ടെന്ന് തന്നെ ഒന്ന് വായിച്ച് സഹായിക്കണം, വേഗത്തിൽ വായിക്കണം. 12-ാം അധ്യായം 5-ാമത്തെ വാക്യം ആദ്യം വായിച്ചേ. 5-ാമത്തെ വാക്യം ആദ്യം വായിച്ചേ. 5-ാമത്തെ വാക്യം, പുറപ്പാട് 12-ന്റെ 5-ാം വാക്യം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. 7-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചോ. അതിന്റെ രക്തം കുറച്ചെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുട്ടിയുടെ രക്തം എടുത്ത് കട്ടളക്കാൽമേലും കുറുമ്പടിമേലും പുരട്ടണം. 11-ാമത്തെ വാക്യം വായിച്ചേ. 11-ാമത്തെ വാക്യം വായിച്ചേ. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. എങ്ങനെ തിന്നണം? തിടുക്കത്തോടെ. എങ്ങനെ കഴിക്കണം? തിടുക്കത്തോടെ. ഇത് ഒന്ന് ശ്രദ്ധിക്കണം, ഒരു ഡെലിവറൻസ് ഉണ്ടാകാൻ പോവാ. ദൈവം തന്റെ ജനമായ ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങൾ ഈ ആട്ടിൻകുട്ടിയുടെ രക്തം, ആ ആട്ടിൻകുട്ടി യേശുവിന് നിഴലാണ്. ഈ ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടളക്കാൽമേലും കുറുമ്പടിയുടെ മേലും പരട്ടണം. പെസഹാ ദിനത്തിൽ അവിടെ അറുത്ത ആട്ടിൻകുട്ടി, അതിനാണ് പൗലോസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞത്, നമ്മുടെ പെസഹാ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ. ആ പെസഹാ ദിനത്തിൽ അറുക്കപ്പെട്ട ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടളക്കാൽമേലും കുറുമ്പടിമേലും പുരട്ടിയിട്ട്, അപ്പം ഈ ജനത്തെ മിസ്രൈമി അടിമത്വത്തിൽ നിന്ന് ദൈവം രക്ഷിക്കാൻ പോവുകയാണ്. ദൈവം ഇവരെ ഫ്രീ ആക്കാൻ പോവുകയാണ്. ദൈവം ഇവരെ വാഗ്ദത്തത്തിലേക്ക് നയിക്കാൻ പോവുകയാണ്. ഇവരുടെ കാതിൽ കേട്ട പ്രോമിസുകൾ ഇവരെ കാണിക്കാൻ പോവുകയാണ്. ദൈവം ഇവരെ വിശ്വാസത്തിൽ നടത്താൻ പോവുകയാണ്. ദൈവം ഇവരെ പുറത്തിറക്കാൻ പോവുകയാണ്. ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയത്തിൽ ദൈവാത്മ പറയുന്നു, ഇങ്ങനെ ബന്ധിക്കപ്പെട്ട ചിലതിനെ ദൈവം പുറത്തിറക്കും ഈ ദിവസങ്ങളിൽ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വീട്ടിനകത്ത് പ്രാർത്ഥിക്കാൻ കഴിയാതെ നിങ്ങളുടെ ചില സാഹചര്യങ്ങൾ നിമിത്തം എവിടേക്കോ ലോക്കായി പോയ ചിലത് പരിശുദ്ധാത്മാവ് അൺലോക്ക് ചെയ്യട്ടെ. അപ്പോ ഇനി ഇതിനകത്ത് ഈ ഒരു ദിസ് മൂമെന്റ്, can you please listen this moment, this is very important please. ദൈവം പറയാണ്, ഈ ഇറച്ചി, ഈ ചീര നിങ്ങൾ അരകെട്ടി ചെരുപ്പിട്. എല്ലാവരോടും പറയാം, ദൈവം പറയാണ് എല്ലാവരും ചെരുപ്പിട്ടോ. ചെരുപ്പിട്ട് കഴിഞ്ഞ പിന്നെന്താ? കയ്യിൽ വടി പിടിച്ച് ഉറങ്ങാൻ പോവാണോ? ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ഉറങ്ങാൻ പോവാണോ? ചെരുപ്പിട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ജേണിയാണ്. ദൈവം പറഞ്ഞു ചെരുപ്പിട്ടോ, എല്ലാവരും ചെരുപ്പിട്ടോ, കയ്യിൽ വടി പിടിച്ചോ. നിങ്ങളത് ഈ ഉഴപ്പരുത്, നിങ്ങൾ തിടുക്കത്തോടെ തിന്നണം. പെട്ടെന്ന് കഴിക്കുക, ദൈവം പറയാം പെട്ടെന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ വിടുവിക്കാൻ നിനക്കുള്ളതിനേക്കാൾ തിടുക്കം എനിക്കാണ്.
Yes. Praise in the name of Jesus. നിന്നെ രക്ഷിക്കാൻ, നിന്നെ ഫ്രീ ആക്കാൻ എനിക്ക് നിന്നേക്കാൾ തിടുക്കമാണ്. Amen. Amen. Jesus. Okay, because of time. Word 13 please. 13ാമത്തെ വാക്യം. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ നിങ്ങൾ പാർക്കുന്ന വീടുകളുടെ മേൽ ഈ രക്തമടയാളമായിരിക്കും. രക്തമടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. Amen. ഒഴിഞ്ഞു കടന്നു പോകും. ഈ ബാധ നിന്റെ വീട്ടിൽ വരില്ല. Yes. ഈ രക്തം മുദ്രയുള്ളവന് ഒരു ഒഴിവുണ്ട്. Hallelujah. ഈ പലതിന്റെയും നേരെ കയറി വന്ന് തകർത്ത ചിലതുണ്ട്. ചില കുടുംബങ്ങളെ, ചില ജീവിതങ്ങളെ ഇങ്ങനെ സ്ട്രെയിറ്റ് കയറി വന്ന് തകർത്ത ചിലതുണ്ട്. നീ യേശുവിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, അവന്റെ പരിശുദ്ധ രക്തം നിന്റെ മേളിൽ മുദ്രയായിട്ടുണ്ടെങ്കിൽ, ഈ നിന്റെ നേരെ വരുന്നത് നിന്നെ ഒഴിഞ്ഞങ്ങ് പോവും. യേശുവിന്റെ നാമത്തിൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് മേൽ അടുക്കുകയില്ല. നിന്റെ കാലൊരു കല്ലിൽ പോലും തട്ടിപ്പോകാതെ വേണം അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണവിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. The name of Jesus. Hallelujah. 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 വാക്യം 23, സമയമില്ലാത്ത വാക്യം 23. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് വരുമ്പോ എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽമേലും കുറുമ്പടിമേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് സംഹാരകൻ വരാൻ സമ്മതിക്കത്തില്ല. How many people are agreeing with me this word? സംഹാരകൻ വരാൻ. ഈ ഞാൻ ഇങ്ങനെ പ്രൊഫസ് ചെയ്യുന്നു, ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു. പ്രശ്നം ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിപ്പിക്കുവല്ല, നിന്നെ പ്രശ്നത്തിൽ വീടാൻ സമ്മതിക്കത്തില്ല. സംഹാരകൻ വന്നിട്ട് പിന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കുവല്ല, സംഹാരകൻ വരാൻ നിന്നെയോ നിന്റെ തലമുറയോ തൊടാൻ, നിന്റെ നന്മകളെ തൊടാൻ, നിന്റെ ആരോഗ്യത്തെ തൊടാൻ, നിന്റെ ആയുസ്സിനെ തൊടാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. നോ പെർമിഷൻ. ചില കഥകളിൽ എഴുതി വെച്ചിട്ടുണ്ട് വിത്തൗട്ട് പെർമിഷനിൽ എൻട്രി ചെയ്യരുത്. ചില കഥകളിൽ എഴുതി വെച്ചിട്ടുണ്ട് വിത്തൗട്ട് പെർമിഷൻ എൻട്രി ചെയ്യരുതെന്ന്. പക്ഷേ നിന്റെ വീട്ടിന്റെ കഥകൾ എഴുതി വെച്ചിരിക്കുന്നത് പിശാചിന് മാത്രം വായിക്കാൻ കഴിയുന്ന ഒറ്റ ബോർഡേ ഉള്ളൂ, നോ പെർമിഷൻ. വിശ്വസിക്കാവോ? ശിമോനെ, സാത്താൻ ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ പിതാവിനോട് അപേക്ഷിച്ചു. ഇന്ന് പകൽ നിന്റെ വിശ്വാസ ജീവിതത്തെ തകർക്കാൻ, നിന്റെ നന്മകളെ എടുത്തോണ്ട് പോകാൻ ഒരു സംഹാരകനും കയറി വരാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. Thank you, Lord Jesus. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ
ശ്രദ്ധിച്ചിനെ 37-38 വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി. എത്ര പേരെയാ പുറത്തിറക്കിയേ? 6 ലക്ഷം പുരുഷന്മാർ. എത്ര പേരെയാ? 6 ലക്ഷം. 6 കുട്ടികൾ ഒഴികെ. ഈ കുട്ടികളെ കൊണ്ടൊന്ന് കൂട്ടിയേ. അതിനകത്ത് ഈ 6 ലക്ഷം പേരിൽ 4 ലക്ഷം ഈ കുട്ടികളെ കൂട്ടിയിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ബാക്കിയല്ല ഫാമിലിയാ. കുട്ടികളെ കൂട്ടിയില്ലല്ലോ. കുട്ടികളില്ലാതെ 6 ലക്ഷം പേരുണ്ടായിരുന്നു. എന്നാ പോട്ടെ, അതിനകത്തൊരു 5 ലക്ഷം ആളുകൾക്ക് കുട്ടികളുണ്ടെന്ന് കൂട്ടിക്കും, അല്ലെ 2 ലക്ഷം പേർക്ക്. അപ്പൊ കുട്ടികൾ എത്ര കാണും? ഒത്തിരി കാണും. ഇതെല്ലാം കൂടെയാണ് ഈ പോകുന്നത്. എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ്. അവർ സുക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. 38-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങളും. വലിയ പ്രശ്നമുണ്ട്. പറഞ്ഞേ, ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ രക്തം ദൈവം മുദ്രയാക്കി വെച്ച് ഇതുങ്ങളെല്ലാം ദൈവം പുറത്തെടുത്ത് ഇവരെല്ലാവരും ദൈവത്തിൽ വിശ്വസിച്ച് ഒന്നിച്ചു പോകുന്ന ആളുകളായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ആൻഡ് എ മിക്സഡ് മൾട്ടിറ്റ്യൂഡ് went up also with the മിക്സ് ചെയ്തു. ആപ്പിൾ ആയിരുന്നു ഈ സാധനം. അങ്ങനെ പറഞ്ഞാലൊക്കെ മനസ്സിലാവുള്ളൂ. ഇത് ആപ്പിൾ ആയിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ പാവയ്ക്കായും മാങ്ങയൊക്കെ ഒന്ന് കയറി. മനസ്സിലാവുന്നുണ്ടോ? മിക്സ്, ചില ഒരു മിക്സഡ് ജ്യൂസ്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ആൻഡ് എ മിക്സഡ് മൾട്ടിറ്റ്യൂഡ് went up also with the വലിയൊരു സമ്മിശ്ര പുരുഷാരം. ഈ വിളിക്കപ്പെട്ടവനും ഇറങ്ങി തിരിച്ചവനും വാഗ്ദത്തത്തിൽ വിശ്വസിച്ചവനും ഒക്കെ സ്തോത്രം പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥിച്ചിറങ്ങിയവരുടെ കൂട്ടത്തിൽ ഇതങ്ങ് അവിയലായി. മലയാളിക്ക് ഇത്രയും നല്ലൊരു മനസ്സിലാകാൻ പറ്റിയൊരു വേർഡ് വേറെ. ഇതുവല്ല ഇംഗ്ലീഷുകാരനോട് അവിയൽ എന്ന് പറഞ്ഞാൽ അവര് മനസ്സിലാവുമോ? ഇതിനകത്തെല്ലാം വന്ന് കയറി. പക്ഷെ അങ്ങനെയാന്നാ യേശു പറഞ്ഞേ. ഏതാ? യേശുവും പറഞ്ഞായിരുന്നു അങ്ങനെ ആണെന്ന്. സ്വർഗരാജ്യം, ദൈവരാജ്യം എല്ലാ വക മീനും പിടിക്കുന്ന വലയോട് സദൃശം. പറഞ്ഞ എല്ലാ വകയും ഇതിനകത്തുണ്ട്. പറഞ്ഞു എല്ലാ വകയും ഇതിനകത്തുണ്ട്. പണ്ടൊരിക്കലൊരു അച്ഛനോട്, അച്ഛനാകെ ഫ്രസ്ട്രേറ്റഡ് ആകട്ടോ, അച്ഛനോട് ഒരാൾ ചോദിച്ചു, അച്ഛൻ ഇപ്പൊ ഏത് ഇടവകയിലാന്ന് ചോദിച്ചു. ഓ, അച്ഛൻ പറഞ്ഞു, ഞാനിപ്പോ ഈ വകയുടെയൊക്കെ ഇടയിലാന്ന് പറഞ്ഞു. ദൈവരാജ്യം എല്ലാ വക മീനും പിടിക്കുന്ന വലയോട്. ഇപ്പം വല എറിയുന്നവന്റെ കയ്യിൽ ഇതിനകത്ത് നെയ്മീൻ മാത്രമേ കയറാവെന്ന് പറയാൻ പറ്റൂ. എല്ലാ മീനും കയറും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അതിനെയൊക്കെ റെഡിയാക്കി എടുക്കണം. ചിലതൊന്നും കഴിക്കാൻ കൊള്ളൂല, ചിലതൊക്കെ വിഷമുള്ളത് കൊണ്ട് ഇതിനകത്ത്. മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾ നല്ലൊരു സന്തോഷത്തിൽ ഇരിക്കുക. ഞാൻ ഇനി അതിനകത്ത് തൊടുന്നില്ല. വലിയൊരു സമ്മിശ്ര പുരുഷാരം ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങളും കൂടെ പോന്നു. സത്യം പറഞ്ഞാൽ അവിടം തൊട്ടാണ് പിന്നീട് ഈ പിറുപിറുപ്പും ഇറച്ചി കിട്ടുമ്പം അതെന്തിയെ, കലമെന്തിയെ, ഉള്ളി എന്തിയെ, ഫുഡ് എന്തിയെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങിയത് അവിടുന്നാണ്. അതുകൊണ്ട് the right association and the right connection is the very important factor in your spiritual life. Amen. The wrong association and the wrong connections will destroy your grace and anointing. ജ്ഞാനിയോട് കൂടെ നടക്കുക എന്നാൽ നീയും. പക്ഷെ പൗലോസ് പറഞ്ഞ പോലെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം, അല്ലേ? ലോകം വിട്ടു പോകാൻ പറ്റില്ലല്ലോ, അല്ലേ? ഒരിക്കൽ എന്നോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു. ഞാൻ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് മീറ്റിംഗ് അത് പറഞ്ഞാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഈ ലോകത്തില് ഇതിനകത്തൊക്കെ നമ്മളും പെടാതെ എങ്ങനെ ഇരിക്കും? നമ്മളും പെട്ടുപോകും. ഇതിനകത്തൊക്കെ നമ്മളും പെട്ടുപോകും. ഞാൻ ഒരുപാട് തവണ പെട്ടെന്നൊക്കെ പുള്ളി പറഞ്ഞു. ഞാൻ വളരെ സ്നേഹത്തോടെ, എനിക്ക് ഈ ജീവിതത്തിൽ ഇങ്ങനെ ചലഞ്ചുകൾ അനുഭവിക്കുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എനിക്ക് അവരെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യണമെന്ന് എൻ്റെ ഒരു ഹൃദയത്തിൽ ഭയങ്കര ഒരു പാഷൻ്റെ അകത്ത് പണ്ട് മുതലേ കർത്താവ് തന്നിട്ടുണ്ട്. എല്ലാം തികഞ്ഞ് കാലുമേ കാലും കയറ്റിയിരിക്കുന്ന ആളെ ഞാൻ മൈൻഡും ചെയ്യൂല. അങ്ങനെയുണ്ട്. ആരും മിണ്ടുന്നില്ലല്ലോ.
ഈ നമ്മുടെ കൊട്ടാരക്കര ചർച്ചിലൊക്കെ ലൈവ് ആയതുകൊണ്ടൊന്നും എനിക്കൊരു കുഴപ്പമില്ല. കൊട്ടാരക്കര ചർച്ചിലൊക്കെ നിങ്ങളൊക്കെ ജിജി പാസ്റ്റൊക്കെ ഇത് കേൾക്കുന്നെങ്കിൽ അവർക്ക് മനസ്സിലാവും, ഞാൻ വെറുതെ പറയല്ല. ഒത്തിരി പാവപ്പെട്ട ആളുകളും ഒത്തിരി സാധുക്കളായിട്ടുള്ളവരൊന്ന് ഇടിച്ചു നിൽക്കുക പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഈ അമേരിക്കയിൽ നിന്നൊക്കെ വന്ന ചില അച്ചായന്മാരുണ്ട്. അപ്പോൾ ഉടനെ ജിജി പാസ്റ്റോട് പറയും, പാസ്റ്റോട് പറ ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് വന്ന, അമേരിക്കയിൽ നിന്ന് വന്ന ആളാണെന്ന് പാസ്റ്റോടെന്ന് പറയും. എൻ്റെ അടുത്തെങ്ങാനും വന്ന് പറഞ്ഞ വൈകിട്ട് 8 മണിക്കേ പുള്ളി എന്നെ കാണുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തോന്ന് അടുത്തിരിക്കുന്ന ചോദിച്ചേ, എന്തോന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് ചോദിച്ചേ, എന്തോന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? കർത്താവിനെല്ലാം ഒന്നുപോലെ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരമ്മ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നോ, ഒരു വീൽ ചെയറിൽ ഒരാൾ വന്നിരിക്കുകയോ, കഷ്ടപ്പെടുകയോ, ബാൻഡെല്ലാം കൂടെ കെട്ടി വെച്ചിരിക്കുകയോ, പൊട്ടിക്കരയൊക്കെ ചെയ്ത് നമ്മൾ ആദ്യം അവരുടെ അടുത്തെത്തും. ഇവിടെ അറിയാവുന്നവർ, കണ്ടിട്ടുള്ളവരൊന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നിങ്ങളാ അതിന്റെ സാക്ഷി. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ ഒരു പ്രത്യേക പരിഗണന അവർക്കുണ്ടാകും എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ദൈവത്തിന് ഒരാളോട് ഇടപെടാനുണ്ടെങ്കിൽ ദൈവം ഇടപെട്ടിരിക്കും. കാരണം ദൈവം ഹൃദയം നുറുങ്ങിയവർക്കാണ് സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെയാണ് അവൻ രക്ഷിക്കുന്നത്. ചേർന്നൊരു ആമീൻ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, ഈസ് വെരി കെയർഫുൾ. ഇതെന്തോ ഒരു ഉപദേശം പോലെ ദൈവം പറയുകയാണ്. നമ്മളിങ്ങനെ മിക്സപ്പ് ആയിരിക്കുന്ന ലോകത്താണ് ജീവിക്കുന്നത്. അപ്പൊ ഈ പയ്യൻ എന്നോട് പറഞ്ഞു, അവിടെ നിന്നല്ലേ, അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാന് എൻ്റെ കൂട്ടുകാരുടെ കൂടെ അവനൊരു ഇതിൽ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. എല്ലാം ഇങ്ങനെയൊക്കെയാ പാസ്റ്റേ, എല്ലാം കഞ്ചാവാ, എല്ലാം ഇതാ. ഞാനിപ്പം എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. ഇവനപ്പോ വാക്യം വേണം ബൈബിളിൽ നിന്ന്. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ വിശ്വാസം അതാ. ഓക്കെ, ഇത് ഒമേഗ 3 ഭയങ്കര കൂടുതലാണ് കേട്ടോ, കഴിക്കില്ല, അതൊന്നും നന്നായി പോകും. അപ്പോ ഞാൻ എന്നോട് ചോദിച്ചു, നീ മത്തി കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു കഴിച്ചിട്ടുണ്ട്. നിന്റെ അമ്മ അത് കറി വെക്കാൻ എടുക്കുമ്പം അതിൽ ഉപ്പ് ചേർക്കാറുണ്ടോ, ഉപ്പിട്ട് കഴുകാറുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഉപ്പിട്ടില്ലേ, എന്തിനു കൊള്ളാം? ഞാൻ ചോദിച്ചു, ഈ മത്സ്യം, ഈ മത്തി എതിനകത്താ കിടന്നേ? കടലിലാണ്. ഉറപ്പല്ലേ? ഉപ്പുവെള്ളത്തിലാണ് കിടന്നത്. ഉപ്പുവെള്ളത്തിൽ നിന്നാണ് ഇതിനെ പിടിച്ചത്. ഉപ്പുവെള്ളത്തിൽ നിന്നാണ് ഇവനെ വലയ്ക്കകത്തെടുത്ത് വള്ളത്തിൽ ഇട്ടത്. ഭയങ്കര ഉപ്പുവെള്ളം, നമുക്ക് നാക്കെ തൊടാൻ പറ്റാത്ത ഉപ്പുവെള്ളം. പക്ഷേ ഇവനെ കറി വെക്കാൻ എടുക്കുമ്പോ ഉപ്പ് ചേർത്തില്ലെങ്കിൽ കഴിക്കാൻ പറ്റുമോ? പറ്റൂല. മത്സ്യം കിടന്നത് ഉപ്പുവെള്ളത്തിലാണെങ്കിലും ഈ ഉപ്പിന്റെ രുചിയോ ടേസ്റ്റോ ഉപ്പോ അവന്റെ അകത്ത് ഇറങ്ങിയിട്ടില്ല. പക്ഷെ അവൻ അതിനകത്താ കിടന്നത്. നീയും അങ്ങനെ ജീവിച്ചാൽ മതി. അപ്പനിൽ നിന്ന് അകന്നു പോയപ്പോ
ബൈബിൾ പറയുന്നുണ്ട് അപ്പൻ അവനെ വെയിറ്റ് ചെയ്യുന്നു. Amen. പക്ഷെ അവൻ ആ ഡിസിഷൻ എടുക്കണ്ടേ. ഞാൻ ഇവിടുന്ന് എഴുന്നേക്കും, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് ചെല്ലും, എന്നിട്ട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തെന്ന് പറയും. ആ സ്റ്റെപ്പ് ഞാൻ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഒരു സ്റ്റെപ്പ് അതിന് വെച്ചാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി 10 സ്റ്റെപ്പ് വയ്ക്കും. ഡിസിഷൻ ഈസ് ഓൾവേസ് യുവർ സൈഡ്. തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന്റെ മേളിലാണ് ദൈവത്തിന്റെ സീലും സിഗ്നേച്ചറും വരുന്നത്. ചേർന്നൊരു ആമീൻ പറഞ്ഞു. ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചേ, ദൈവം കൂടെ നിൽക്കുന്ന കാണാം. ബൈബിൾ വായിക്കാൻ തീരുമാനിച്ചേ, പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചേ, ഞാൻ നന്നാവാൻ പോവാ, ഞാൻ മദ്യപാനം നിർത്താൻ പോവാ, ഞാൻ ദൈവ വഴിയിൽ ജീവിക്കാൻ പോവാ, ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. ഡിസൈഡ് ചെയ്തേ, ദൈവം കൂടെ നിൽക്കും, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ചേർന്നൊരു ആമീൻ പറയാവോ? ഹല്ലേലൂയ. ഈ നശിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് എങ്ങും പോകണമെന്നില്ല. പണ്ടൊരിക്കലൊരു ആന്റി എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്റേ എൻ്റെ കുഞ്ഞിനെ ഇവിടെ നിർത്തി പഠിപ്പിക്കുന്നില്ല. കാനഡയില, ഇവിടെ നിർത്തി പഠിപ്പിക്കുന്നില്ല, ഇവിടെ എല്ലാം നശിച്ച ആളുകളാ. പ്രത്യേകിച്ച് ഈ സായിപ്പന്മാരൊക്കെ ഇവനൊക്കെ എന്തൊക്കെയാണെന്നോ വലിച്ചു കയറ്റുന്നത് നമുക്കൊന്നും പറയാൻ പോലും പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചിനെ കൊച്ചിയിലെങ്ങാനും പഠിപ്പിക്കുക. സായിപ്പിന്റെ ഇല്ലാത്ത സാധനം കൊച്ചിയിലുണ്ട്. ആരും മിണ്ടുന്നില്ലല്ലോ. മനസ്സിലാവുന്നോ? അവൻ നന്നാവാനും നശിക്കാനും ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. ഈ യേശുവിനെ സാത്താൻ എവിടെ പരീക്ഷിക്കാൻ വന്നേ? മരുഭൂമിയിലല്ലേ? ഒറ്റ വീടുണ്ടോ അവിടെ? അവിടെ ഏതെങ്കിലും മനുഷ്യനുണ്ടോ? അവിടെ ലുലുമാളുണ്ടോ? അവിടെ എന്തേലും ഉണ്ടോ? മരുഭൂമിയല്ലേ? അവിടെയും പിശാച് ഉണ്ടായിരുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ ഈ ഒരുത്തൻ എന്തിനോട് തോക്കുന്നുവോ, ബൈബിളിലെ വാക്യാണ്, 1 പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ഒരുത്തൻ എന്തിനോട് തോക്കുന്നുവോ അവൻ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. അവൻ എന്തിനോടാണോ തോക്കുന്നത് അവൻ അതിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ശരിയല്ലേ പറഞ്ഞേ? വലിയ ആളാണ്, ഭയങ്കര ആരോഗ്യമുള്ള മനുഷ്യനാണ്. പക്ഷെ ഈ ചെറിയ ഒരു ബീഡിക്ക് പുള്ളി അടിമയാണ്. പുള്ളിക്ക് അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല. ബട്ട് ദ ലോർഡ് വിൽ ഹെൽപ്പ് യു. ഞാൻ ഇന്നത്തെ തിരുമേശയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഒരു പാസ്റ്റർ എന്ന നിലയിൽ എൻ്റെ വാഗൊണ്ട് ഞാൻ റിലീസ് ചെയ്യുന്നു, ഇതിനകത്തുള്ളവർ പാപത്തെയും ലോകത്തെയും ജയിക്കുന്നവരാകാൻ പോകുക. ദ മന്ത് ഓഫ് വിക്ടറി എന്ന് പറയുന്നത് അനോയിന്റിങ്ങിലും ഫൈനാൻസിലും ഒന്നും മാത്രമല്ല, ശരിക്കും വിജയിക്കേണ്ടത് അവിടെയാണ്. ചേർന്ന് രാമീൻ പറയാമോ? എനിക്ക് എന്തോന്ന് അറിയത്തില്ല, കർത്താവ് എന്നെ അത് പുഷ് ചെയ്യാണ് ഇതിനകത്തിരിക്കുന്നവരോട് പറയാൻ. ഈ പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്, പിശാച് ഭയങ്കര കള്ളനാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞു, അത് ഉറക്കെ പറഞ്ഞു. പിശാച് നീ ഭയങ്കര കള്ളനാണ് പറഞ്ഞു. ഭയങ്കര കള്ളൻ. ആർക്കാണ്ട് അത് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഓക്കെ, അവന്റെ ട്രിക്കുകൾ ഭയങ്കരമാണ്. യേശു എന്നെ കേൾക്കണുണ്ടോ? യേശു 40 days ഫാസ്റ്റിംഗ് ആണ്, ഒന്നും കഴിച്ചിട്ടില്ല, പ്രാർത്ഥനയിലാണ്. സാത്താൻ വന്ന് യേശുവിനോട് പറയുന്നത് എന്നാന്നറിയോ? പിന്നെ നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറ. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പം എന്തിനുള്ളതാ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും പിശാച് പറഞ്ഞ തെറ്റാണോ? എന്റെ പൊന്നു ബ്രദറെ, ഫുഡ് വല്ലതും കഴിക്കും ബ്രദറെ എന്ന് പറഞ്ഞ തെറ്റാണോ? ആരും മിണ്ടുന്നില്ലല്ലോ. പറഞ്ഞ തെറ്റാണോ? ഇത്രയും 10-40 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഇതിനകത്തിരുന്ന കൊച്ചിക്കാരും എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനോരും ഇല്ലായിരുന്നു ഇത്രയും സ്നേഹം. ആർക്കും എന്നോട് തോന്നാത്ത കാര്യം. നീ വല്ലതും കഴിച്ചിട്ട് 10-40 ദിവസമായില്ലേ? ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഫുഡൊന്നും കൊണ്ടുതരാൻ ആരുമില്ല. നീ ദൈവപുത്രനാണെങ്കിൽ അത്ഭുതങ്ങൾക്ക് കാണിക്കുന്ന ആളല്ലേ, ഈ കല്ലിനോട് അങ്ങ് അപ്പമാകാൻ പറ, എന്നിട്ട് കഴിക്കേ. ശരിക്കും തെറ്റാണോ? ഫുഡ് കഴിക്കാൻ പറഞ്ഞ തെറ്റാണോ അല്ലയോ? അപ്പം കഴിക്കാൻ പറഞ്ഞ തെറ്റാണോ അല്ലയോ? നിങ്ങൾ
നിങ്ങൾ നോട്ടം കണ്ടിട്ട് വേറെ എന്തോ പറഞ്ഞ ഫുഡ് അപ്പം ഉണ്ടാക്കാനല്ലേ പറഞ്ഞേ? ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് ഒരു സത്യം അറിയാം, ഇതാണ് പിശാചിന്റെ തന്ത്രം. എനിക്കും നിങ്ങൾക്കും തെറ്റല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം, ഒരു ചിന്ത അകത്ത് കൊണ്ടുവന്ന് തന്നിട്ട് അതിനകത്ത് എന്നെ കുരുക്കി എന്നെ തെറ്റുകാരനാക്കി ഒരിക്കലും ഊരി വരാൻ പറ്റാതെ എന്നെ അതിൽ പെടുത്തുന്നവനാണ് പിശാച്. നിങ്ങൾ എന്നെ നോക്കുന്നതായിട്ടൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഞാൻ അടുത്തത് പറയാം, ശരിയല്ലേ? ഒരാളെ രാത്രി ഫോൺ ചെയ്യുന്നു, ആദ്യത്തെ മെസ്സേജ് അയച്ചത് യു ആർ മൈ സിസ്റ്റർ. സിസ്റ്റർ എന്ന് വിളിക്കുന്നത് തെറ്റാണോ? പറ. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് യു ആർ മൈ ബ്രദർ. ബ്രദർ എന്ന് വിളിക്കുന്നത് തെറ്റാണോ? ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. തെറ്റാണോ പറഞ്ഞേ? അപ്പം നീ എന്റെ ബ്രദറാണ്, ഞാൻ നിന്റെ സിസ്റ്ററാണ്. അപ്പൊ തെറ്റല്ലല്ലോ, അങ്ങനല്ലേ മനസ്സ് പറഞ്ഞേ? പക്ഷെ എവിടെയോ ആരോ പറയുന്നുണ്ടായിരുന്നു നീ പെടും. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ല. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോ റൂട്ടൊക്കെ മാറ്റി. പിന്നെ സിസ്റ്റർ എന്ത് കഴിച്ചെന്നായി, ബ്രദർ എന്ത് കുടിച്ചെന്നായി, പിന്നെ അങ്ങ് ചാറ്റിന്റെ മേളിൽ ചാറ്റായി, പിന്നെ ചാറ്റായി, ചീറ്റിംഗ് ആയി, പിന്നെ എല്ലാ സീനായി. അവസാനം സിസ്റ്ററിനും ബ്രദറിനും ഊരി വരാൻ പറ്റാത്ത രീതിയിൽ പിശാച് ലോക്ക് ചെയ്ത് കളഞ്ഞു. തുടക്കം തെറ്റായിരുന്നോ? ആരാടാ ഒരു പുകയൊക്കെ എടുക്കാതെ ഇന്നത്തെ കാലത്ത്? ചുമ്മാ എടുത്താ തെറ്റ, അവന് തന്നെ തോന്നി ആരാ എടുക്കാത്തെ, അവനും എടുത്തു. പക്ഷെ ഊരി വരാൻ പറ്റാത്തവണ്ണം അവനെ ലോക്ക് ചെയ്ത് കളഞ്ഞു. മനസ്സിലായില്ലല്ലേ? ആ, കല്ലിനോട് അപ്പം ആകാൻ പറഞ്ഞു, അപ്പം കഴിക്കാൻ പറഞ്ഞു, ഫുഡ് കഴിക്കാൻ പറഞ്ഞു, തെറ്റാണോ? പക്ഷെ യേശുവിന് മനസ്സിലായി ഇതിന്റെ പുറകിലും ഇവനൊരു ചതിയുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഉടനെ കർത്താവ് വചനം എടുത്ത് പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നേ, ദൈവത്തിന്റെ വായിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. ഞാനൊരു വലിയൊരു റെവലേഷൻ നിങ്ങളിലേക്ക് റിലീസ്. ആർ യു റെഡി ടു റിസീവ് ദാറ്റ് നൗ? യെസ്. പിശാച് യേശുവിനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ, നീ എന്നെ ഒന്ന് വണങ്ങിയാൽ, ജസ്റ്റ് ഒന്ന് വണങ്ങിയാൽ മതി, ഈ കാണുന്നത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. എന്നെ കേട്ടെ, അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ലോകത്തിലെ സകല രാജ്യങ്ങളെയും കണ്ടോ, പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വവും കാണിച്ചു. നിങ്ങൾക്ക് ദുബായ് നിൽക്കുമ്പോൾ ദുബായ് അല്ലേ കാണാൻ പറ്റൂ? ആരെയും ഇല്ലല്ലോ. ഉറപ്പാണോ? ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേ കാണാൻ പറ്റൂ. പക്ഷെ യേശു കർത്താവിനെ ഒരു പർട്ടിക്കുലർ മൂവ്മെന്റിൽ ഒരു മൗണ്ടന്റെ മേളിൽ നിർത്തിയിട്ട് ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളെയും കാണിച്ചെന്ന് പറഞ്ഞാൽ ആ മൈൻഡിനകത്ത്, മൈൻഡുമായിട്ടുള്ള ഫൈറ്റ് ആണത്. ആ മൈൻഡിനകത്ത്, അല്ലാതെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓരോരോ രാജ്യം കൊണ്ട് ഉരുട്ടി കൊണ്ട് വെച്ചിട്ട് എടുത്തോണ്ട് പോവല്ലായിരുന്നു. കേൾക്കുന്നുണ്ടോ? ആ മൈൻഡിനകത്ത് മുഴുവൻ രാജ്യങ്ങളെ സെക്കൻഡ് കൊണ്ട് കൊണ്ടുവന്നു. കാരണം പിശാച് ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്, ആദ്യം കയ്യിലെടുക്കാൻ നോക്കുന്നത് നിന്റെ മൈൻഡാണ്. ആ മൈൻഡിനെ കർത്താവിന് കിട്ടിയാൽ നീ വിജയിച്ചു. യു അണ്ടർസ്റ്റാൻഡ് മീ? പിശാച് ആദ്യം കയ്യിലെടുക്കാൻ നോക്കുന്നത് മൈൻഡാണ്. ആ മൈൻഡിനെ പിശാചിന് കിട്ടിയാൽ അവൻ കൊണ്ടുപോകും. എന്നാൽ അവിടെ യേശു കർത്താവ് അടുത്ത വാക്യത്തില് രേഖപ്പെടുത്തിയിരിക്കുന്നു, സാത്താനെ എന്നെ വിട്ടുപോ. ഇനി ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരുന്നു. നിങ്ങളുടെ മൈൻഡിനകത്ത് വേണ്ടാത്ത ചിന്തകൾ അവർ കൊണ്ടുവന്നാൽ സ്പോട്ടിൽ ഇത് പറയണം. യേശു പറഞ്ഞത് എന്താ? സാത്താനെ എന്നെ വിട്ടുപോ. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും.
നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന സാധനമാണ് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഡെലിവറി ആകുന്നത്. Break it all your demonic and wrong imaginations. I'm feeling in my spirit. എൻ്റെ ആത്മാവിൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ചർച്ചിനകത്തും മൈൻഡിനോടുള്ള ബന്ധത്തിൽ പിശാച് കളിക്കുന്ന പലരും ഉണ്ട്. അവരുടെ ചിന്തകളെ പലപ്പോഴും ഇങ്ങനെ പാപത്തിലേക്ക് തിന്മയിലേക്ക് വലിക്കാൻ മൈൻഡിനോടുള്ള ബന്ധത്തിൽ വലിയ യുദ്ധം നടക്കുന്നുണ്ട്. അവിടെ പൗലോസ് പറയുന്നു, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന സകല ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഞങ്ങൾ പിടിച്ചടങ്ങും. കണ്ടോ, ആ മൈൻഡിനകത്ത് ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളെയും കൊണ്ടുവന്ന് കാണിക്കുമ്പോ 9-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് വാക്യൊന്നും പറയല്ല, അവനോട് മറ്റൊന്നും പറയാൻ നിൽക്കുകയല്ല, സ്പോട്ടി പറഞ്ഞു, സാത്താനെ വിട്ടുപോ. കാരണം അവസാനത്തെ അടവായിരുന്നത്. ആദ്യം അപ്പോ ആകാൻ പറഞ്ഞു, അടുത്തത് പറഞ്ഞു, ഏറ്റവും ഒടുവിൽ കൊണ്ടുവരികയാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിച്ച് ആരാധിക്കാവൂ. ഇപ്പൊ പിശാചിന്റെ മുമ്പിൽ ആരും വണങ്ങിയില്ല, യേശു വണങ്ങിയില്ല. Are you with me? കുറെ നാളുകൾ കഴിഞ്ഞ്, കുറെ മാസങ്ങൾ കഴിഞ്ഞ് യേശു കർത്താവ് ഗദരദേശം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ കല്ലറയിൽ ഒരുത്തൻ 6000 ഭൂതം പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. ബൈബിൾ പറയുന്നു, ആ 6000 അശുദ്ധാത്മാക്കളും യേശുവിനെ കണ്ട് ഓടി വന്ന് വീണ് നമസ്കരിച്ചു. ഒന്നുകൂടെ പറയാം, പിശാച് വെച്ച ഓഫറുകളുടെ മുമ്പിൽ വണങ്ങാത്തവന്റെ മുമ്പിൽ പിശാച് വണങ്ങുന്ന